സ്വന്തം ശരീരത്തെ മറന്ന മഹബത്താണല്ലോ കാമിലായ മഹബത്ത്. സ്വന്തം കുടുംബത്തെ മറന്ന മഹബത്താണല്ലോ കാമിലായ മഹബത്ത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വൈകല്യങ്ങളിലും ഭൗതികതയുടെ താല്പര്യങ്ങളിലും അതിന്റെ അതിപ്രസരണത്തിലും കുടുങ്ങിയിട്ട് നമ്മുടെ മഹബത്തിന്റെ പല വഴികളും ചത്തുപോയി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ധാരകളിൽ വിവിധ ഭാഗങ്ങളിൽ വീക്ക്നെസ്സുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവരാണോ? എന്നാ സ്വന്തം ശരീരത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം കുടുംബത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം ആവശ്യത്തെക്കാൾ തങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വലുതായിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ മറ്റൊരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും പാടെ തായോട്ട് അമർന്നു പോകും. ശരിയാ മണ്ണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക് ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ ഉഗ്രവാദിയാകാനോ സാധിക്കൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം കൊണ്ട് ധന്യമാക്കിയ ആ 63 വർഷക്കാലത്തെയും സംഭവബഹുലമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ മറ്റു എല്ലാ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും വിട്ടുപോകാത്ത വിധം വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും വായിക്കാനും പഠിക്കാനും ഉതകുന്ന രീതിയിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതെല്ലാം ക്രോഡീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മാതൃകയായ എല്ലാവർക്കും പിൻപറ്റാനും പിന്തുടരാനും വലിയ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പരിശുദ്ധമായ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഉണർത്തുന്നതും ഓർമ്മിപ്പിക്കുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബാധ്യതയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് ധന്യമായ വിശുദ്ധ റബീഉ കടന്നു വരുമ്പോൾ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകളിലേക്ക് കൈമാറുന്ന സന്ദേശം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹവർത്തത്തിന്റെയും മാതൃകകളാണ്. കാരണം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിതാനന്തരവും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വലിയ അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവികൾക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അവിടുത്തെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും ആ അനുഗ്രഹവും ആ സന്തോഷവും അനുഭവിച്ചവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ജീവിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾ. മുസ്ലിം സമൂഹം മാത്രമല്ല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രമാകുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെയോ പരിമിതമായ ഏതെങ്കിലും ആളുകളുടെ മനസ്സിലോ മാത്രം ഇരുത്തം പിടിച്ച നേതാവല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു തആല വിളംബരപ്പെടുത്തിയ ഒരു നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഴുവൻ അംബിയായിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സ്വീകരിച്ചൊരു കരാർ വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന് മുന്നിൽ അല്ലാഹു തആല വ്യക്തമാക്കുന്നുണ്ട്. വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വഇദ് അഖദ്നാ മീസാഖൻ നബിയ്യീന ലമാ ആതീതുകും മിൻ കിതാബിൻ വഹിക്മ. മുഴുവൻ നബിമാരോടും ഉടമ്പടി സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേദഗ്രന്ഥവും അതിന്റെ വിശദീകരണവും നാം നൽകിയാൽ പിന്നീട് ഏറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളെ അംഗീകരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വലിയ റസൂൽ, എല്ലാവിധ മഹത്വങ്ങളും മേളിച്ച എന്റെ ദൂതൻ വരുമ്പോൾ നിങ്ങളോട് ചെയ്യുന്ന ഉടമ്പടി ആ നേതാവിനെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം. അങ്ങനെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്നൊരു ഉടമ്പടി നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങളെ നബിയായിട്ട് ജനങ്ങളിലേക്ക് അയക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. എല്ലാ നബിമാരോടും അല്ലാഹു തആല സ്വീകരിച്ചൊരു ഉടമ്പടിയാണ്. ആ നബിമാരോടൊക്കെ അല്ലാഹു തആല ചോദിച്ചു, ഈ ഒരു കരാർ അംഗീകരിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ, ഒരുക്കമാണോ? എല്ലാവരും പറഞ്ഞു. 1,00,000-ൽ പരം വരുന്ന അല്ലെങ്കിൽ 2,00,000-ൽ പരം വരുന്ന സർവ്വ നബിമാരും പറഞ്ഞു, ഞങ്ങളത് അംഗീകരിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാനും സഹായിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അതൊരു വെറും വാക്ക് പറഞ്ഞതല്ല. എല്ലാ നബിമാരും അംഗീകരിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എങ്കിൽ സാക്ഷ്യപ്പെടുത്തണം, നിങ്ങൾ ഈ പറഞ്ഞതിന് സാക്ഷി വേണം. ഫഷ്ഹദു വഅന മഅകും മിനശ് ഷാഹിദീൻ. നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങളോടൊപ്പം ഞാനും സാക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരാറിനെ, ആ ഉടമ്പടിയെ സാക്ഷി വിസ്താരത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ആ സന്ദേശം കൈമാറി. പിൽക്കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാർക്കും പരിസമാപ്തി കുറിച്ച് തങ്ങൾ ഉദയം ചെയ്തപ്പോൾ ആ ഒരു അംഗീകാരത്തിന്റെ ഭാഗമായിട്ട് ലോകത്ത് വലിയൊരു സംഭവം നടന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു നൽകിയ വലിയൊരു യാത്ര, മിഅ്റാജ് അടങ്ങുന്ന, ഇസ്രാ മിഅ്റാജ് അടങ്ങുന്ന വലിയൊരു യാത്ര. അമ്പിയാക്കളിൽ പലരും ഒരുപക്ഷേ ഇസ്രാ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ മിഅ്റാജ് എന്ന് പറയുന്ന ആ ഒരു വലിയ സംഭവം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു നൽകിയതാണ്. മിഅ്റാജിന്റെ മുന്നോടിയായി ബൈത്തുൽ മഖ്ദിസിൽ തങ്ങൾ എത്തിയപ്പോൾ മസ്ജിദുൽ അഖ്സയിൽ എല്ലാ നബിമാരും ഒരുമിച്ച് കൂടി. എല്ലാവരും സൊഫായി നിന്ന് അവരെ അംഗീകാരം ലോകത്തിനു മുന്നിൽ അവർ വെളിവാക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട കവാടത്തിലൂടെ മസ്ജിദുൽ അഖ്സയുടെ ഉള്ളിൽ കടന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തഖദ്ദം, തങ്ങൾ മുന്നോട്ട് നിന്നിട്ട് ഫസല്ലി ബിഹിം റകഅത്തൈൻ, അവർക്ക് ഇമാമായി 2 റകഅത്ത് നിസ്കരിക്കണം. ലോകത്തുള്ള വലിയൊരു അംഗീകാരത്തിനാണ് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാ നബിമാരും അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മുന്നൊരുക്കം, അവർക്ക് മുന്നിൽ ഇമാമായി നിന്നിട്ട് തങ്ങൾ 2 റകഅത്ത് നിസ്കരിച്ചു. എല്ലാ നബിമാരും അതിന് സമ്മതിച്ചു. തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ട വിശ്രുതരായ എല്ലാ നബിമാരും അവിടെയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. മുഴുവൻ അമ്പിയാക്കളും തങ്ങൾക്ക് വലിയ ബഹുമാനം നൽകി. വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി. ഒരു മഖ്ദൂം വരുമ്പോൾ ഖാദിമീങ്ങളായ ശിഷ്യന്മാര് മുന്തിക്കുന്നത് പോലെ, പരിഗണിക്കുന്നത് പോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കാലങ്ങൾക്ക് മുമ്പ് അവർ അംഗീകരിച്ച അംഗീകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിലെ ഇമാമിനെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പിന്നാലെ നിന്ന് മഅ്മൂമുകളായി നിസ്കരിക്കുന്നത്. നേരത്തെ അവർ സാക്ഷ്യപ്പെടുത്തിയ ആ അംഗീകാരം ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമാകുന്ന വിധത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് എല്ലാവരും മഅ്മൂമുകളായി നിസ്കരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തുള്ള മുഴുവൻ നബിമാർക്കും അല്ലാഹു തആല
പരിചയപ്പെടുത്തി. ആ നബിമാരൊക്കെ അവരുടെ അനുയായികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരേ ഒരു നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ലോകത്തുള്ള മുഴുവൻ ആളുകളും, ഈ സമുദായം മാത്രമല്ല, മുമ്പുള്ള ആൾക്കാർ മുഴുവനും എല്ലാവരും അറിഞ്ഞ് അനുഭവിച്ച പരിചയപ്പെട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മക്കയിൽ വന്നപ്പോൾ മദീനയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന യഹൂദികൾക്ക് നന്നായി തങ്ങളെ പറ്റി അറിയുമായിരുന്നു. പക്ഷേ വിശ്വസിക്കാൻ അവർ വൈമനസ്യം കാണിച്ചു. പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, അവരവസാനത്തെ നബിയെ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ ഗോത്രത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അറബികളിൽ നിന്നുള്ള റസൂലിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, അവർക്ക് അസൂയയുടെ മൂർച്ചയായിരുന്നു. ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖം മിൻഹും ലയക്തുമൂനൽ ഹഖ വഹും യഅലമൂൻ. നാം വേദഗ്രന്ഥം നൽകിയ ആളുകൾ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ തിരിച്ചറിയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു, നല്ലോണം തിരിച്ചറിഞ്ഞിരുന്നു. അടയാളങ്ങളെ കൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ അവരത് പ്രഖ്യാപിച്ചിരുന്നു. തങ്ങളുടെ പിറവി നടന്നപ്പോൾ മക്കയിൽ ആദ്യമായി വിളംബരപ്പെടുത്തിയത് ഒരു യഹൂദിയാണ്. ആദ്യമായി പറഞ്ഞത്, ഇന്നലെ രാത്രി ഒരു പ്രത്യേക നക്ഷത്രം ഉദയം ചെയ്തിട്ടുണ്ട്. ആ നക്ഷത്രം ഉദയം ചെയ്യുന്ന സമയത്താണ് അവസാനത്തെ നബി വരാനുള്ളത് എന്ന് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മുൻഗാമികൾ കൈമാറി തന്ന സന്ദേശങ്ങളിലുണ്ട്. ആ നക്ഷത്രത്തിന്റെ ഉദയം ഇന്ന് രാത്രി ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അറബികളെ നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളിലാണ് അവസാനത്തെ റസൂല് വരുന്നത്, നബിമാർക്ക് സമാപനം കുറിച്ച് വരുന്ന ആള് വരുന്നത്. അറബികൾ മുഴുവനും അന്വേഷിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം വലിയ സന്തോഷത്തിലാണ്. ഒരു വലിയ സന്തോഷമുള്ള കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. ആ യഹൂദിയായ മനുഷ്യൻ നേരെ ആ വീട്ടിലേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആമിന ബീവി റളിയല്ലാഹു അൻഹ സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടപ്പോഴേക്ക് ശരിയായ നിലക്ക് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞ മുഴുവൻ അടയാളങ്ങളും അവിടെ കാണുന്നുണ്ട്. കണ്ണു നോക്കുമ്പോഴും ശരീരത്തിന്റെ ഭാഗങ്ങൾ നോക്കുമ്പോഴും രണ്ട് ചുമലിന്റെ ഇടയിലുള്ള നുബുവത്തിന്റെ മുദ്ര നോക്കുമ്പോഴും ഒക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട ആ മനുഷ്യൻ ബോധരഹിതനായി വീഴുകയാണ്. യഹൂദി എഴുന്നേറ്റ ഉടനെ തന്നെ ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ബോധം കെട്ട് വീണത്? എന്തിനാ ബോധം കെട്ട് വീണത് എന്നറിയോ? ബനു ഇസ്രായേലിലേക്ക് ഇനി ഒരു നബിയും വരാനില്ല. അറബികളെ കൂട്ടത്തിൽ നിന്ന് അവസാനത്തെ നബി വന്നിരിക്കുന്നു. പക്ഷേ അടയാളങ്ങൾ മുഴുവനും കണ്ട ശേഷം, അറബികളെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കീഴ്പ്പെടുത്തുന്ന വലിയ സന്ദേശവുമായിട്ടാണ് ഈ കുഞ്ഞിവിടെ ജനിച്ചിട്ടുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ദിനമാണ് ഈ പ്രഖ്യാപനം നടക്കുന്നത്. ആ യഹൂദിയായ മനുഷ്യൻ നേരത്തെ കേട്ടതും പഠിച്ചതുമായ വിവരങ്ങൾക്കനുസരിച്ചാണ് തങ്ങളെ നോക്കുന്നത്. മാത്രമല്ല, തങ്ങൾ വരുന്നതിന്റെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വലിയ സംഘട്ടനങ്ങൾ നടക്കുമ്പോൾ ഗോത്രക്കാര് തമ്മിലുള്ള സംഘട്ടനങ്ങളിൽ അവർ പ്രാർത്ഥന നടത്തിയിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അൻസുർനാ ബിന്നബിയിൽ മബ്ഊസ് ഫീ ആഖിരിസ് സമാൻ. അവസാന കാലഘട്ടത്തിൽ നിയുക്തനാക്കപ്പെടുന്ന നബിയെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. വകാനൂ യസ്തഫ്തിഹൂന മിൻ ഖബൽ, നേരത്തെ അവർ വിജയത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നതിന്റെ മുമ്പ് തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് സഹായം തരണം, ഞങ്ങൾക്ക് സഹായം തരണമെന്ന് പോരാട്ട മുഖത്ത് വെച്ചവർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെന്തേ വിശ്വസിക്കാതിരുന്നത്? ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർക്ക് ശരിക്ക് പരിചയമുള്ള നേതാവങ്ങ് വന്നപ്പോൾ കഫറൂ ബിഹി, അവർ നിഷേധിച്ചു. ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, ആ നിഷേധികൾക്കാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്. അറിയാത്തത് കൊണ്ടല്ല, തിരിച്ചറിയാത്തത് കൊണ്ടല്ല, അസൂയ കൊണ്ടും അഹംഭാവം കൊണ്ടും അഹന്ത കൊണ്ടും ജൂതന്മാരിൽ മിക്ക ആളുകളും പിറകോട്ടടിക്കുകയാണ്. ക്രൈസ്തവരിലും പലരും പിറകോട്ടടിക്കുകയായിരുന്നു. അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും തിരിയുന്ന രീതിയിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദയം തൊട്ട് തങ്ങളുടെ മുഴുവൻ സന്ദർഭങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെളിച്ചം വീശുന്ന തരത്തിലല്ലേ തങ്ങൾ വന്നത്. നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ ചൊല്ലിയ ഒരു വാക്ക്
മക്കയിൽ വെച്ച് ആ വാക്ക് തങ്ങൾ ജനിച്ച അന്ന് ചൊല്ലിയിട്ടുണ്ട്. ചൊല്ലിയതൊരു വിഗ്രഹമാണ്. വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സന്ദേശം നമ്മൾ ഇവിടെ കുറച്ചു നേരം മുമ്പ് ചൊല്ലിയിട്ടുണ്ട്. തറദ്ദാലി മൗലൂദിൻ അലാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഫിശ്ശർഖി വൽ ഗർബി. അങ്ങനെയും റിപ്പോർട്ടിലുണ്ട്. തറദ്ദാലി മൗലൂദിൻ അലാഅത് ബിനൂരിഹി. ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പ്രതിഷ്ഠിച്ചിരുന്ന വലിയൊരു വിഗ്രഹമാണ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഇങ്ങനെ തലകുത്തി വീഴുന്നത്. തറദ്ദാലി മൗലൂദിൻ അലാഅത് ബിനൂരിഹി. ഒരു കുഞ്ഞിന്റെ ജന്മം കൊണ്ടാണ് ഈ രൂപത്തിൽ ഇങ്ങനെ താഴോട്ട് വീഴുന്നത്. അലാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഫിശ്ശർഖി വൽ ഗർബി. ആ കുഞ്ഞു ഉദയം ചെയ്തപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകാശം ഉദയം ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലേക്കും അവിടുത്തെ വെളിച്ചം എത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തും എത്താതിരുന്നിട്ടുള്ള ഊടുവഴികളിലടക്കം ഫിജാജുൽ അർള്, ജനങ്ങൾ പോകാൻ പേടിക്കുന്ന, പലപ്പോഴും പകൽ പോലും ഇരുട്ട് മൂടിക്കിടക്കുന്ന ഊടുവഴികളിൽ പോലും ഫിശ്ശർഖി വൽ ഗർബി, പൗരസ്ത്യ ഭാഗത്തും പാശ്ചാത്യ ഭാഗത്തും, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാ ദേശങ്ങളിലും അവിടുത്തെ പ്രകാശം പ്രഭ വിതറിയിട്ടുണ്ട്. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കുമുള്ള റസൂലാണ്. ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കോ നിശ്ചിത നാടുകളിലേക്കോ ഉള്ള റസൂലല്ല. ലൂത്ത് നബി അലൈഹിസ്സലാം 7 നഗരങ്ങളിലേക്കുള്ള റസൂലായിരുന്നു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം 12 ഗോത്രങ്ങളിലേക്കുള്ള റസൂലായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിശ്ചിത പ്രദേശങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത് മക്കയിലാണ്. എന്താണ് അതിന്റെ കാരണം? മക്കയാണ് ഭൂമിയുടെ ഏറ്റവും വലിയ നടു, കേന്ദ്ര പ്രദേശം അവിടെയാണ്. അവിടുന്നാണ് ആ പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, കുഞ്ഞു ജനിച്ചപ്പോൾ കണ്ട അത്ഭുതങ്ങൾ ധാരാളമുണ്ട്. 1, 2, 3, 10 അതിലൊരു അത്ഭുതമാണ് ഖറജ മിൻഹു നൂറുൻ അലാ ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളിശ്ശാം. വലിയൊരു പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. ശാം ഭൂമിയിൽപ്പെട്ട ബുസ്റ നാട്ടിലുള്ള കൊട്ടാരങ്ങൾ മുഴുവനും വെളിച്ചം വീശുന്ന തരത്തിലുള്ള ഒരു വലിയ പ്രകാശം അത് ലോകത്തിന്റെ എല്ലാ പ്രതലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു പ്രകാശം എത്താനുള്ള കാരണം? എല്ലാവർക്കും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചമാണ്. അതുകൊണ്ടാണ് മഹാന്മാര് പഠിപ്പിച്ചത് ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. ഞാനും നിങ്ങളും ഇന്നും ജീവിക്കുന്നത് ആ നൂറിലാണ്. നമ്മളെല്ലാവരും ഇന്ന് വസിക്കുന്നത്, ശ്വസിക്കുന്നത്, ഭുജിക്കുന്നത്, കുടിക്കുന്നത് ആ പ്രകാശത്തിന്റെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. ബിനൂരി റസൂലില്ലാഹി അശ്റഖത്തിദ് ദുനാ. അത് ലോകത്ത് അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് അവിടുത്തെ നൂറാണ്. ആ നൂറ് കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിതമായത്. ഫഫീ നൂരിഹി കുല്ലുൻ യജീഉ വയദ്ഹബു. അവിടുത്തെ നൂറിലാണ് എല്ലാവരും വരുന്നതും പോകുന്നതും. ആഗമന നിർഗമനങ്ങൾ നടക്കുന്നത് അവിടുത്തെ നൂറിലാണ്. ആ നൂറിനെ സംബന്ധിച്ചല്ലേ ഖുർആൻ പറഞ്ഞത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ പ്രകാശം വന്നിട്ടുണ്ട്. ഏതാണ് ആ പ്രകാശം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ വല്ലാത്തൊരു നൂറാണ്, വിവരിച്ച് തീർക്കാൻ കഴിയാത്തൊരു നൂറാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹാന്മാരും മഹദിമാരും രേഖപ്പെടുത്തിയത് കാണാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ കുറിച്ച് സാധാരണ നമ്മൾ സങ്കല്പിക്കുന്ന രീതിയിലല്ല, നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ കാണുന്ന വെളിച്ചമോ പ്രകാശമോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദയം ചെയ്തത് മുതൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിന്റെ പ്രകാശരശ്മികൾ പല ഭാഗത്തേക്കും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ആ പ്രകാശം അങ്ങനെ നിലനിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതങ്ങനെ ഉദിച്ചേരുകയാണ്. അതിന്റെ അനുരണനങ്ങളാണ് മുഴുവൻ ഭാഗങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ലോകം മുഴുവനും അറിയുന്ന ഒരേ ഒരു നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് ഒരു അവകാശം, അതല്ല യാഥാർത്ഥ്യം, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട നബിയാണ് അവിടുന്ന് എന്ന് പ്രത്യേകം പറഞ്ഞത്. ആ തൗറയിലും ഇൻജീലിലും തങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ ഉള്ളതുകൊണ്ട് അന്നത്തെ കാലത്തെ ആളുകൾ തന്നെ വിശ്വസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്യുന്നതിന്റെ മുമ്പ് തങ്ങളെ വിശ്വസിച്ചു. ആ ഒരു പ്രത്യേകത തങ്ങൾക്ക് സ്വന്തമാണ്. ഇമാം സുയൂത്തി തങ്ങൾ ഖസായിസിൽ രേഖപ്പെടുത്തി, ഒരു നേതാവ്, ഒരു നബി വരുന്നതിന്റെ മുമ്പ് ജനങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് മറ്റൊരു നബിയിലും കണ്ടിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. തങ്ങൾ വരാൻ വേണ്ടി അമ്പിയാക്കൾ ഇവിടെ പ്രാർത്ഥന നടത്തി. അതുകൊണ്ടാണല്ലോ തങ്ങൾ പറഞ്ഞത് അന ദഅവതു അബീ ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ എന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ്. കഅബ മുഴുവനും പണിത ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ നാഥാ, ഈ ജനങ്ങളിൽ ഒരു റസൂലിനെ നീ അയക്കണം. നിന്റെ കിതാബും അതിന്റെ വിവരണവും ഓതിക്കൊടുത്തുകൊണ്ട് അവരുടെ ചാബല്യങ്ങൾ മുഴുവനും മാറ്റിയിട്ട് അവരെ സംസ്കരിക്കുന്ന ഒരു പ്രത്യേക ദൂതന റസൂലിനെ നീ അയക്കണേ അല്ലാ. വർഷങ്ങളോളം ആ സന്തോഷം ജനങ്ങൾ മുഴുവനും സന്തോഷിക്കുകയായിരുന്നു. മാറി മാറി വിവരങ്ങൾ അവർ കൈമാറുകയായിരുന്നു. തങ്ങൾ വരുന്നതിന്റെ മുമ്പ് 600 വർഷം മുമ്പ് വഫാത്തായി പോയ ആളല്ലേ സ്വാഹിബു യാസീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഈ ഭൂമി ലോകത്ത് നിന്ന് വിടവാങ്ങുന്നതിന്റെ മുമ്പ് അവസാനം പറഞ്ഞത്, അവസാനം വരുന്ന നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, അഥവാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വാസം രേഖപ്പെടുത്തുന്നത് തങ്ങൾ ഉദയം ചെയ്യുന്നതിന്റെ തിരുപ്പിറവിയുടെ 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിനു മുമ്പാണല്ലോ തുബ്ബ രാജാവ് വിശ്വാസം പ്രഖ്യാപിച്ചത്. തുബ്ബ രാജാവ് മദീന ആക്രമിക്കാൻ വേണ്ടി വന്നു. മദീനയിലെ പുരോഹിതന്മാര്, പരിസരത്തുള്ള പുരോഹിതന്മാരൊക്കെ പറഞ്ഞു, രാജാവേ, ഈ നഗരം ആക്രമിക്കാൻ പറ്റുന്ന നഗരമല്ല. രാജാവിനത് മനസ്സിലായി. അന്ന് തന്നെ മദീനക്കാരുടെ സ്നേഹം, പകല് സമയത്ത് അവരോട് പോരാടിയാലും വൈകുന്നേരമാകുമ്പോ ചോദിക്കും, ഭക്ഷണം കഴിച്ചോ, ഇന്നെവിടെയാണ് താമസിക്കുന്നത്? രാജാവ് ചിന്തിച്ചു, ഇത്തരത്തിൽ സ്നേഹമുള്ള ഒരു ജനതയെ ഞാൻ യമനിലോ പരിസര പ്രദേശങ്ങളിലോ എവിടെയും കണ്ടിട്ടില്ല. വല്ലാത്തൊരു സ്നേഹമുള്ള സമൂഹം, അതിന്നും നമുക്ക് മദീനയിൽ പോയാൽ അനുഭവിക്കാം. മദീനക്കാരുടെ സ്വഭാവം അത് പാരമ്പര്യമായി അങ്ങനെ നിലനിന്നു പോരുന്നു. കാരണം അവിടെയാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്നത്. ഇരിക്കട്ടെ, തുബ്ബ രാജാവ് മദീനയുടെ ആക്രമണാവസ്ഥ നിർത്തിയിട്ട് ആ മദീനയിലേക്ക് വരാനിരിക്കുന്ന നേതാവിന് ഒരു വലിയ വീടുണ്ടാക്കി കൊടുത്തു. ചെറിയ വീടല്ല, വലിയ വീട്, ഒരു തട്ടുള്ള വീടുണ്ടാക്കി കൊടുത്തു. ആ വീടുണ്ടാക്കിയ ശേഷം ആ വീടിന്റെ താക്കോല് താമസിക്കുന്ന ഒരു ജനതയ്ക്ക് കൈമാറി. അവരോട് പറഞ്ഞു, നിങ്ങൾ തലമുറയായി താമസിക്കണം. എന്നിട്ട് നിങ്ങൾ അവസാനം മദീനയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ താക്കോല് കൈമാറണം. അന്ന് തങ്ങൾ താമസിക്കാനുള്ള വീട് ഇതാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണിത്? 900 വർഷത്തിന് മുമ്പാണ്. 900 വർഷത്തിന് മുമ്പാണ്. 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടക്കുന്ന സംഭവമാണ്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ആ വീട്ടുമുറ്റത്താണ് ഒട്ടകം മുട്ടുകുത്തിയത്. മദീനക്കാർ മുഴുവൻ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തിനെ നിങ്ങൾ ആരും നിയന്ത്രിക്കേണ്ടതില്ല. ദഊഹാ ഫഇന്നഹാ മഅ്മൂറാ. ആ ഒട്ടകത്തിന് നിർദ്ദേശമുണ്ട്. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്ന് എന്റെ ഒട്ടകത്തിനറിയും. നിങ്ങളെ ഒട്ടകങ്ങളെ പോലെയല്ല ഈ ഒട്ടകം. എന്നെ വഹിച്ചു വരുന്ന ഒട്ടകത്തിനറിയും ഞാൻ എവിടെ താമസിക്കണമെന്ന്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ മഹാനവർകൾ ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെയാണോ താമസം? ഇവിടെ തന്നെയാണ് താമസം. ആ വഴികളിൽ മുഴുവനും വീടുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സ്നേഹാദരങ്ങളെ കൊണ്ട് റബീഉൽ അവ്വലിന്റെ മുമ്പ് തന്നെ
വീടുകൾ മുഴുവനും ചമൽക്കാരങ്ങൾ നൽകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് താമസിക്കുന്നത്. ഒട്ടകം മുട്ടുകുത്തിയ തൊട്ടിറപ്പുറത്തുള്ള വീട്ടിലേക്ക് തങ്ങൾ താമസമാക്കിയ വീട്ടിലെത്തിയപ്പോൾ തങ്ങളുടെ കയ്യിലേക്ക് ഒരു കത്ത് കൈമാറിയിട്ടുണ്ട്. 900 വർഷത്തിന് മുമ്പ് തുബ്ബൈ രാജാവ് വീട് നിർമ്മിച്ച ശേഷം എഴുതിയ ഒരു കത്താണ്. ആ കത്തിൽ തുബ്ബൈ രാജാവ് പറയുന്നത്, ഞാൻ തങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, മുഴുവൻ നബിമാരെയും വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളൊരപേക്ഷ, ഖിയാമത്ത് നാളിൽ എന്നെ മറക്കരുതേ. തങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഭവനം നിർമ്മിച്ചു വെക്കുന്നത്. അങ്ങേക്ക് താമസിക്കാനാണ്, അങ്ങേക്ക് ഉപയോഗപ്പെടുത്താനാണ്. എനിക്കാകൊരപേക്ഷയുള്ളത്, തങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു ശഫാഅത്തുണ്ട്. അത് ഖിയാമത്ത് നാളിൽ മറ്റാർക്കും അള്ളാഹു നൽകിയിട്ടില്ലാത്ത വലിയൊരു അംഗീകാരമാണ്. ആ ഘട്ടത്തിൽ എന്നെ മറക്കരുതേ നബിയേ. സീല് വെച്ചൊരു കത്താണ്. ഈ കത്തിങ്ങനെ കൈമാറുന്നത് എഴുതിയ കാലങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 9 നൂറ്റാണ്ടപ്പുറമാണ്. ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊരു നബിക്കും കിട്ടാത്ത വലിയൊരു ബഹുമാനം, എണ്ണി പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത ബഹുമാനമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. ലോകം മുഴുക്കയും പരിചയിച്ച് അറിഞ്ഞ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നേതാവിന്റെ മഹത്വങ്ങൾ ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹത്വങ്ങൾ തീർന്നു പോവുകയല്ല. മഹത്വങ്ങൾ അല്ലാഹു തആല അനുദിനം വളർത്തുകയാണ്. എങ്ങനെയാണ് അത് വളർത്തുന്നത്? ആ മഹത്വങ്ങൾ നിലനിർത്താനാണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല നിലനിർത്തുന്നത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആനിന്റെ പരിരക്ഷണം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കും. വിശുദ്ധ ഖുർആനിന്റെ കോപ്പികളും പ്രതികളും മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങൾ, ആ വിശദീകരണങ്ങളിൽ എന്താ പഠിപ്പിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അവിടുത്തെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയ വചനങ്ങളാണ്. അങ്ങേ നാം അയക്കുന്നത്, നിയോഗിക്കുന്നത് ഷാഹിദൻ, അവിടുന്ന് സാക്ഷിയാണ്. വിവിധ വീക്ഷകളാണ് ആ തഫ്സീറിനുള്ളത്, ആയത്തിനുള്ളത്. എന്തുകൊണ്ടൊക്കെയാ തങ്ങൾ സാക്ഷിയാകുന്നത്? അനുകൂലികൾക്കും തങ്ങൾ സാക്ഷിയാണ്, പ്രതികൂലികൾക്കും സാക്ഷിയാണ്. വിശ്വസിച്ചവർക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എവിടെ? ഖിയാമത്ത് നാളിൽ. വിശ്വസിക്കാത്തവർക്ക് പ്രതികൂലമായി സാക്ഷി നിൽക്കും ഖിയാമത്ത് നാളിൽ. തങ്ങളെ സ്വീകരിച്ചവർക്ക് അനുകൂലമായ സാക്ഷിയുണ്ട്, നിരാകരിച്ചവർക്ക് പ്രതികൂലമായ സാക്ഷിയുണ്ട്. വമുബശ്ശിറൻ വനദീറാ. വിശ്വസിക്കുന്നവർക്ക്, അംഗീകരിക്കുന്നവർക്ക് വലിയ സുവിശേഷകനായി, അംഗീകരിക്കാത്തവർക്ക് വലിയ ഓർമ്മപ്പെടുത്തുന്ന, മുന്നറിയിപ്പ് നൽകുന്ന ആളായി തങ്ങളെ നാം അയച്ചിരിക്കുന്നു. പോരാ, രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി. അന്ന് മാത്രമാണോ തങ്ങൾ ദാഇയാകുന്നത്? അല്ല, ഇപ്പോഴും തങ്ങൾ ദാഇയാണ്. തങ്ങളുടെ ദഅവത്ത് ഇവിടെ നിലനിൽക്കുന്നത് പിന്മുറക്കാരായ ഉലമായിലൂടെയാണ്. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ആളായിട്ട്. വസിറാജൻ മുനീറാ, ഒരിക്കലും നിലക്കാത്ത, അസ്തമിക്കാത്ത, മാഞ്ഞുപോകാത്ത കെടാവളക്കായിട്ട്, പ്രകാശിക്കുന്ന വളക്കായിട്ട്, പ്രോജ്വലിക്കുന്ന സിറാജായിട്ട് തങ്ങളെ നാം അയച്ചിരിക്കുന്നു. ആ വിളക്ക് അസ്തമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇന്നും ആ വിളക്കുണ്ട്. സന്ദേശങ്ങൾ ഇന്നുമുണ്ട്, മെസ്സേജുകൾ ഇന്നും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശങ്ങൾ പുറത്തേക്ക് നൽകേണ്ട ഘട്ടങ്ങളിൽ വ്യക്തമായി സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമല്ല, ധാരാളം തവണ നൽകിയിട്ടുണ്ട്. അതിലൊരു സന്ദർഭമാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ സ്വഹാബത്ത് മുഴുവനും മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിച്ചു. ഹുജ്റത്തു ശരീഫയുടെ വാതിൽക്കൽ വെച്ചു. എന്നിട്ട് സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, എല്ലാവരും രേഖപ്പെടുത്തിയ ചരിത്രമാണ്. മഹാന്മാരുടെ മഹത്വങ്ങൾ മരണാനന്തരം
സമ്മതിക്കാത്തവരും രേഖപ്പെടുത്തേണ്ടി വന്നൊരു സംഭവമാണിത്. അവരും പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് മുഴുവനും പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ ഇതാ വാതിൽ പടിക്കൽ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉള്ളിൽ നിന്ന് നിർദ്ദേശം വരികയാണ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ സ്നേഹിതനെ എന്നിലേക്ക് നിങ്ങൾ അടുപ്പിച്ചു വെക്കണം, എന്നിലേക്ക് നിങ്ങൾ ചേർത്തി കടത്തണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മെസ്സേജ് ആണ്. ഒരു തവണയാണോ? അല്ല, വിവിധ ഘട്ടങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ട് മാപ്പ് ചോദിച്ചു വന്ന ആളുകൾക്ക് മാപ്പ് തന്നെ തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾ വഫാത്തായി കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വഹാബത്ത് വിട്ടുപിരിയാതെ വേർപിരിയാതെ മദീന പള്ളിയുടെ പരിസരത്ത് തന്നെയുണ്ട്. അവരുടെ വിഷമം മാറിയിട്ടില്ല, സങ്കടം തീർന്നിട്ടില്ല. അപ്പോൾ വിശുദ്ധ റബീഉൽ അവ്വലിൽ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് വന്നു. ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. തങ്ങളുടെ വിശുദ്ധമായ ഹുജ്റത്തു ശരീഫിലേക്ക് വന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് തലയിലേക്ക് ഇങ്ങനെ ഇട്ടു. ശേഷം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അല്ലാഹുവിന്റെ വചനങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു, ഞങ്ങളത് മുഴുവനും ഹൃദിസ്ഥമാക്കി. തങ്ങൾ ഞങ്ങളോട് അനുസരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അല്ലാഹു തങ്ങൾക്ക് ഇറക്കി തന്ന വചനങ്ങളിൽ ഒരു വചനമാണ്, വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു ഇറക്കിയ വചനങ്ങളിൽ ഒന്നാണിത്. സ്വന്തം ശരീരങ്ങളോട് അന്യായം ചെയ്ത ആളുകൾ ജാഊക തങ്ങളെ സവിധത്തിലെത്തി. ശേഷം ഫസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഒരു മാപ്പിരുന്നു. അങ്ങയുടെ സവിധത്തിലെത്തിയിട്ട് അല്ലാഹുവിനോട് ഒരു മാപ്പ് ചോദിച്ചു. അങ്ങയുടെ സവിധത്തിൽ എത്തുന്ന അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കുന്ന ആളുകൾക്ക് തങ്ങളും ഒരു ചെറിയ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോൾ സഹായകമായിട്ട് തങ്ങളും അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. ആ രണ്ട് സംഗതികളും നടന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, കുറ്റങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുന്ന, പശ്ചാത്താപം സ്വീകരിക്കുന്ന ആളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും എത്തിക്കാനും അനുഭവിക്കാനും കഴിയും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഖദ് ലനംതു നഫ്സി ഫസ്തഗ്ഫിർലി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മാത്രമാണോ സിറാജും മുനീർ? അല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യർക്കും അവിടുന്ന് കടാവിളക്കാണ്, പ്രജ്വലിക്കുന്ന പ്രകാശമാണ്, വിളക്കാണ്. ആ അറാബി പറയുന്നു, ഞാൻ എന്റെ ശരീരത്തോട് അന്യായം ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് തങ്ങളൊന്ന് മാപ്പിരക്കണം. അതും ചോദിച്ച് അറാബിങ് മാറുമ്പോഴേക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കപ്പെട്ടു, അൻഖദ് ഗുഫിറ ലക, നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. വല്ലാത്ത ഒരു സന്തോഷമാണ് അവിടെ ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാലത്തേക്കും തങ്ങൾ ദാഇയാണ്, തങ്ങൾ മുബശ്ശിറാണ്, നദീറാണ്, ഷാഹിദാണ്. അന്നൊരു സന്ദർഭത്തിലേക്ക് മാത്രമല്ല, അന്നുള്ള ആളുകളിലേക്ക് മാത്രമല്ല, സിറാജും മുനീർ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കും അവിടുന്ന് പ്രകാശിക്കുന്ന വെളിച്ചമാണ്. ഇപ്പോഴും ആ പ്രകാശം അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇനിയും അതിന് കൂടുതൽ കൂടുതൽ പ്രകാശവസ്ഥകൾ ഉണ്ടാകും. അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോഴേക്ക് ആ പ്രകാശം ഒന്നുകൂടി സ്ഥാപിക്കാനും ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനും വലിയ മഹാരഥന്മാര് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽ ആ ദൗത്യം ഏറ്റെടുത്തു വരുന്ന വലിയൊരു മഹാനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയൊരു താരമാണ്. മഹാനവർകൾ വരാനുണ്ട്. എന്തിനാ വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി ഒന്നുകൂടി ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാനും പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനും കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ആ ശരീഅത്ത് ഒന്നുകൂടി ഉറപ്പിച്ചു നിർത്താൻ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീൽ ഒന്നുകൂടി പൊടി തട്ടിയെടുത്തിട്ട് വിവരണം ചെയ്തിട്ട് ജനങ്ങൾക്ക് വിശദീകരിക്കാനല്ല, വിശുദ്ധ ഖുർആൻ
ഖുർആനിന്റെ വിഷയങ്ങളും തത്വങ്ങളും പഠിപ്പിക്കാനും ആ നയനിലപാടുകൾ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ അരക്കിട്ടുറപ്പിക്കാനുമാ വരുന്നത്. അപ്പോൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രകാശിക്കുന്ന സിറാജാണ്. ആ പ്രകാശം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും ആ പ്രകാശങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു നാമമുണ്ട്. ഇവിടെ നമ്മുടെ സമയം പോലെയല്ല. മറ്റു രാഷ്ട്രത്തിൽ പോയാലുള്ള സമയം മഗ്രിബാണ്, മറ്റൊരു സ്ഥലത്ത് പോയാൽ അസുറാണ്, വേറൊരു സ്ഥലത്ത് ളുഹ്റാണ്, വേറൊരു ഭാഗത്ത് സുബഹി നിസ്കരിക്കാൻ ആളുകൾ തക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഈ ഒരേ സമയത്ത് തന്നെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിവിധ നിസ്കാരങ്ങളുടെ മുന്നോടിയായി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ വലിയ നാമം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു പ്രകാശമായി ഉയർത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചതുപോലെ അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി അറിയാനും അനുഭവിക്കാനും ഉതകുന്ന ഒരു മാസമാണ് വരുന്നത്. ആ ഒരു മഹബ്ബത്തിലായി മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വഹാബത്ത് കാണിച്ചു തന്നൊരു മഹബ്ബത്തുണ്ട്. ആ മഹബ്ബത്ത് ആദരവും സ്നേഹവും ബഹുമാനവും എല്ലാം ചാലിച്ച മഹബ്ബത്താണ്. സ്വന്തം ശരീരത്തിന്റെ ആവശ്യങ്ങൾ മറന്ന മഹബ്ബത്താണ്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മറന്ന മഹബ്ബത്താണ്. സ്വന്തം സമൂഹത്തിന്റെ ആവശ്യത്തെക്കാളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യത്തിനും സ്ഥാനത്തിനും ബഹുമാനത്തിനും അവർ സ്ഥാനം കൊടുത്തൊരു മഹബ്ബത്താണ്. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളൊരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല അവന്റെ മനസ്സിലേക്ക്, അവന്റെ പ്രവർത്തനങ്ങളിലേക്ക്, അവന്റെ സ്വഭാവങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അഹബ്ബായി വരണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം. അവന്റെ മനസ്സിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളാണ് അവന്റെ സന്താനങ്ങൾ, അവന്റെ മാതാപിതാക്കൾ, മറ്റു അവന്റെ ഇഷ്ടജനങ്ങൾ. അവരെക്കാളും മുൻഗണന, അവരെക്കാളും വലിയ ബഹുമാനം, അവരെക്കാളും വലിയ സ്ഥാനം, അവരെക്കാളും വലിയ ബന്ധം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം. നേരത്തെ ഉസ്താദ് അവകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു കാര്യം ഞാൻ പറയട്ടെ. റബീഉൽ അവ്വൽ 12 വലിയ സന്തോഷത്തിന്റെ ബഹുമാനത്തിന്റെ ദിനങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ 1 മുതൽ 12 വരെ മദീനയിലുള്ള സ്വഹാബത്താണ് ആ സന്തോഷം നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ സന്തോഷം കൊണ്ട് മൗലിദ് ചെല്ലുകയാണ്, തങ്ങളെ മദ്ഹ് അങ്ങനെ വായിക്കുകയാണ്. ആ മദ്ഹ് വായിക്കുന്നത് ബഹുമാനത്തിന്റെ വലിയൊരു അടയാളമാണ്. നമ്മുടെ മുഹിമ്മാത്തിൽ, ആ വലിയ സ്ഥാപനത്തിൽ റബീഉൽ അവ്വൽ 12 ദിവസങ്ങളിൽ അസ്ർ നിസ്കാരാനന്തരം സാദാത്തുക്കളുടെ ഉലമാഇന്റെ മുതല്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സ് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഒരു മഹബ്ബത്താണ് തങ്ങളുപ്പാപ്പ നമുക്ക് മാതൃകയാക്കി തന്നത്. അതേ 12-ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 12 ദിവസങ്ങളിലും മൗലിദ് നടക്കുന്നുണ്ട്. 12 ദിവസങ്ങളിലും ഈ സന്തോഷം രേഖപ്പെടുത്തിയത് മുത്തുനബിയെ കൊണ്ട് സന്തോഷിച്ച് പഠിപ്പിച്ചു തന്നത് സഹാബത്താണ്. തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോഴേക്ക് 1 മുതൽ തുടങ്ങിയിട്ടുണ്ട് അവരെ സന്തോഷങ്ങൾ. 1 മുതൽ തുടങ്ങിയിട്ടുണ്ട്. വീട് വൃത്തിയാക്കാനും അത് അലങ്കരിക്കാനും റൂം സെറ്റപ്പ് ആക്കാനും പായ കൊണ്ടുവരാനും കട്ടിൽ കൊണ്ടുവരാനും തുടങ്ങി വിവിധ രൂപഭാവങ്ങളിലുള്ള സന്തോഷങ്ങളാണ്. റബീഉൽ അവ്വൽ 8 ആയപ്പോൾ ഇന്ന് വരും എന്നൊരു ചെറിയ വാർത്ത കിട്ടിയപ്പോ ആബാലവൃദ്ധം ജനങ്ങൾ മുഴുവൻ ആളുകളും, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, എല്ലാവരും മദീനയുടെ വിവിധ കുന്നിൻ മുകളിലേക്ക് അവർ കയറി നിൽക്കുകയാണ്. അങ്ങകല ദൂരത്തുനിന്ന് യാത്രികരായി വരുന്ന ആളുകളെ കാണാൻ 8-ന്റെ സമയം കയറി നിന്നു. പക്ഷേ നട്ടുച്ച സമയത്ത് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിന്റെ ചൂടേറ്റുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അവർ ഇറങ്ങിപ്പോയി.
പോയി. 9-നും അങ്ങനെ വന്നു നിന്നു, 10-നും അങ്ങനെ വന്നു നിന്നു, 11-നും അങ്ങനെ വന്നു നിന്നു. 12-ന്റെ അന്ന് ഏകദേശം ഒരു ദുഹാ സമയത്തോടടുത്ത സമയം ഒരാൾ പറഞ്ഞു, അതാ ദൂരെ നിന്ന് വരുന്നുണ്ട്, 2 യാത്രക്കാര് വരുന്നുണ്ട്. അപ്പോഴേക്ക് കുന്നിൻ മുകളിൽ നിന്ന് സന്തോഷം കൊണ്ട് അവർ താഴെ ഇറങ്ങി. എല്ലാവരും മദീനയുടെ അതിർത്തിയിലേക്ക് നടക്കുകയാണ്, വാഹനങ്ങളിൽ പോവുകയാണ്, ഓടിപ്പോവുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് കിട്ടിയപ്പോൾ സന്തോഷം അവർ രേഖപ്പെടുത്തി. അല്ലാഹു അക്ബർ ജാ മുഹമ്മദു, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഒരു വിഭാഗം ആളുകൾ പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ദഫ് മുട്ടിയിട്ട് പറയുന്നു, നഹ്നു ജീവാറും മിൻ ബനി നജ്ജാരി യാ ഹബ്ബദ മുഹമ്മദും മിൻ ജാരി. ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ത്വാലൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാദാ ലില്ലാഹി ദാഇ. എന്തൊരു സന്തോഷമാണ് മദീനക്കാർക്കുള്ളത്. അവരെ സന്തോഷത്തിന് കയ്യും കണക്കുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുയുടെ വീട്ടിൽ കേന്ദ്രീകരിച്ചു എന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് മാത്രം സന്തോഷം നിന്നില്ല. പിന്നെ പ്രസന്റേഷനുകളുടെ ലോകമാണ്. ഒരാൾ കൊണ്ടുവരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ്, മറ്റൊരാൾ കൊണ്ടുവരുന്നു തങ്ങൾക്കുള്ള തലയിണ. ആ വീട്ടിൽ തലയിണയുണ്ട്, എന്നാലും സ്പെഷ്യലാണ്. വേറൊരാൾ കൊണ്ടുവരുന്നു വിരിപ്പ്, മറ്റൊരാൾ പുതപ്പ്, വേറൊരാൾ കൊണ്ടുവരുന്നു തങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ മരത്തിന്റെ കസേര, തുടങ്ങി വിവിധ പ്രസന്റേഷനുകൾ വീട്ടിലെത്തിയപ്പോൾ അവസാനം ആ വീട്ടിലേക്ക് പുതുമയാർന്ന ഒരു പ്രസന്റേഷനുമായി കടന്നു വന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അന്വേഷിച്ചു, ഏതെങ്കിലും പ്രസന്റേഷൻ പാരിതോഷികങ്ങൾ ഇവിടെ കൊണ്ടുവരാത്തതുണ്ടോ? എനിക്ക് വിവരം കിട്ടി, അവനവൻ ഉപയോഗിക്കേണ്ടതിനപ്പുറമുള്ള പ്രസന്റേഷനുകൾ എത്തിയിട്ടുണ്ട്, ഭക്ഷ്യവസ്തുക്കളടക്കം എത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്കൊരു പ്രസന്റേഷനായി തോന്നിയത് എന്റെ പുന്നാര മകൻ അനസിനെ തരലാണ്. എന്റെ അനസാണ് മോനെ, അനസാണ് നബിയെ. ഇത് 10 വയസ്സ് പ്രായമുള്ള അനസിനെ തങ്ങൾക്ക് ഞാൻ ഇതാ ഹദിയയാക്കി തരുന്നു. ഈ കുട്ടിയെ തങ്ങൾക്ക് ഖിദ്മത്തിന് ഉപയോഗിക്കാം. പ്രസന്റേഷനായി കൊടുക്കുന്നത് സ്വന്തം മക്കളെ നബി തങ്ങൾക്ക് പ്രസന്റേഷനായി ഹദിയയായി പാരിതോഷികമായി കൊടുക്കുകയാണ്. സന്തോഷം അവിടം കൊണ്ട് നിൽക്കുന്നില്ല. പിന്നെയുള്ള ഓരോ നാളുകളും സന്തോഷത്തിന്റെ നാളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന ഘട്ടങ്ങൾ, പിന്നെ അവിടെ താമസിച്ച 10 വർഷങ്ങളും മദീനക്കാർക്ക് നന്മ നിറഞ്ഞ സന്തോഷത്തിന്റെ വിവിധ രംഗങ്ങളാണ്. തങ്ങളൊന്ന് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷം ചെറുതല്ല. അതേ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാലുള്ള സന്തോഷം ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ കുട്ടികളെ റെഡിയാക്കുകയാണ് ദഫ്മുട്ടാൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദഫ്മുട്ട് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. തങ്ങൾ കല്യാണത്തിന് വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് മറ്റൊരു സന്തോഷം വേറെയില്ല. എല്ലാ ദിവസവും അവിടുത്തെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടൊരു സന്തോഷം സ്വഹാബത്തിന്റെ വലിയ സന്തോഷമാണ്. അവര് പൊട്ടിക്കരഞ്ഞ രംഗമാണ്. തങ്ങൾ ജമാഅത്തിന് പങ്കെടുക്കാത്തൊരു 13 ജമാഅത്ത് സ്വഹാബത്തിന് വലിയ സങ്കടമാണ്. എന്നാലും ജമാഅത്ത് നടക്കുമ്പോ വിരിയൊന്ന് നീക്കിയിട്ട് തങ്ങൾ വരാനൊരുങ്ങുമ്പോഴേക്ക് നിസ്കരിക്കുന്ന സ്വഹാബത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരാവേശമാണ്. അവിടുത്തെ സുഗന്ധം ഇങ്ങോട്ട് അടിച്ച് വീശുന്നുണ്ട്, പ്രകാശകിരണങ്ങൾ ഇങ്ങോട്ട് ഉദയം ചെയ്തു നോക്കുന്നുണ്ട്. തങ്ങളെങ്ങാനും വന്നാൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തങ്ങളെ കൊണ്ട് ആത്മീയമായി സന്തോഷിക്കേണ്ട വലിയൊരു മേഖല മഹബ്ബത്തിന്റെ ഭാഗമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതെന്താണ്? കസ്റത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യഥാർത്ഥ മുഹിബ്ബാണോ അവന്
10 ലക്ഷണങ്ങളുണ്ട്. യഥാർത്ഥ മഹബത്ത് നമ്മുടെ ഖൽബിലുണ്ടോ 10 അടയാളങ്ങളുണ്ട്. ആ 10ാമത്തെ അടയാളം പറഞ്ഞാൽ നമ്മളൊക്കെ തീർത്തും പറയും, ഉസ്താദേ നമ്മളെ ഖൽബിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ഖൽബിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹബ്ബായി മുഹിബ്ബായി എത്തിയിട്ടില്ല. അല്ലാഹു എത്തിച്ചു തരുമാറാകട്ടെ. ഏറ്റവും അവസാനത്തെ 10ാമത്തെ അടയാളം പറഞ്ഞത് ഫഖറിനെ ഇഷ്ടപ്പെടലാണ്. കഴിയുമോ സഹോദരങ്ങളെ? ദുനിയാവിൽ സുഹൃദ് ത്യാഗം ചെയ്തിട്ട് ദാരിദ്ര്യത്തെ സ്നേഹിക്കുക, അവനവൻ അല്ലാഹു നൽകിയത് ആശ്രിതർക്കും ആവശ്യക്കാർക്കും വിട്ടുകൊടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട വാങ്ങിയതുപോലെ സ്വന്തത്തിന്റെ മേൽവിലാസത്തിൽ ഒരു ദൃഹവും വെക്കാതെ ഒരു ദീനാറും വെക്കാതെ വിട വാങ്ങുക. ആ രൂപത്തിലുള്ള മഹബ്ബത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞ അടയാളമാണ് അവിടുത്തെ കസ്റത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രശംസകൾ വർദ്ധിപ്പിക്കുക, അവിടുത്തെ അനുസ്മരണങ്ങൾ വർദ്ധിപ്പിക്കുക, തങ്ങളെ പറയുന്നത് ധാരാളം വർദ്ധിപ്പിക്കുക. കയ്യും കണക്കുമില്ലാതെ എന്നും ചൊല്ലിയ മഹാന്മാരില്ലേ, എന്നും മഹബ്ബത്ത് ചൊല്ലിയവരില്ലേ. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ വിരിപ്പിലേക്ക് രാത്രി കടക്കാനെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയാതെ ഒരൊറ്റ ദിവസവും വിരിപ്പിലേക്ക് കടന്നു ഉറങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും അതവർക്ക് മറക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സന്തോഷം പറയുന്ന, അവിടുത്തെ സ്ഥാന ബഹുമാനങ്ങൾ ഉയർത്തുന്ന സ്വഭാവമാണ് സ്വഹാബത്തിനുള്ളത്. നേരത്തെ ഞാൻ ഓതിയ ഹദീസിലെ ലാ യുഅ്മിനു അഹദുക്കും, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകണമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഉയർത്തി കാണിക്കാതെ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാകൂല. അന്ന ഹഖീഖത്തുൽ ഈമാനി ലാ യതിമു ഇല്ലാ ബിദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹത്വം, തങ്ങളോടുള്ള വിധേയത്വം അത് പൂർണ്ണമാകാതെ, അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാതെ ഈമാനിന്റെ യാഥാർത്ഥ്യം കിട്ടൂല. വലാ യസിഹുൽ ഈമാനു ഇല്ലാ ബിതഹഖീഖി ഇലായി ഖദ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനമാനങ്ങൾ അത് ലോകത്ത് ഉയർത്തി കാണിക്കാതെ ഈമാൻ സ്വഹീഹാകൂല. വമൻസിലതിഹി, അവിടുത്തെ സ്ഥാന ബഹുമാനങ്ങൾ ഉയർത്തി കാണിക്കണം. അലാ ഖദ്രി കുല്ലി വാലിദിൻ വവലദിൻ വമുഹ്സിനിൻ വമുഫദ്ദിലിൻ, എല്ലാ ഔദാര്യം ചെയ്യുന്നവരെക്കാൾ, ആശ്രിതരെക്കാൾ, കൂടപ്പിറപ്പുകളെക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അവിടുത്തെ സ്ഥാനം ഉയർത്തി കാണിക്കാതെ, മഹബ്ബത്ത് വെക്കാതെ ഈമാൻ പൂർണ്ണമാകൂല, ഈമാൻ സ്വഹീഹാകൂല. അതുകൊണ്ടൊരു ചെറിയ അപേക്ഷ, മുഹിമ്മാത്തിൽ വെച്ച് 12 ദിനങ്ങളിൽ ആ മഹബ്ബത്തിന്റെ ആനന്ദം വിരിയുമ്പോൾ എല്ലാ മുഅ്മിനീങ്ങളും അവിടെ എത്തണം. ഏതെങ്കിലും ഒരു മജ്ലിസിലെങ്കിലും ബഹുമാനപ്പെട്ട മാണിക്കോത്ത് ഉസ്താദ് നേരത്തെ ക്ഷണിച്ചതുപോലെ ഏതെങ്കിലും ഒരു ദിനമെങ്കിലും അവിടെ സംബന്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 12 ദിനങ്ങളിലും നടക്കുന്ന സദസ്സുകളിൽ സംബന്ധിക്കാൻ കഴിഞ്ഞോ അത് വലിയൊരു ഭാഗ്യമാണ്. എന്തിനാ നമ്മൾ അവിടെ പോയിരിക്കുന്നത്? ഒന്നിനുമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പറയാനാണ്. തങ്ങളെ ധാരാളം പറയുന്നത് എന്തിനാണ്? അത് മഹബ്ബത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളങ്ങളിൽ ഒരു അടയാളമാണ്. നമുക്ക് ഏറെ പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഏറെ സ്നേഹിക്കാനുള്ളതും അവിടുത്തെ തന്നെയാണ്. അവിടുത്തെ മഹബ്ബത്തിലായിട്ട് ജീവിക്കണം. സ്വഹാബത്ത് സ്വന്തം ശരീരത്തെ മറന്നൊരു മഹബ്ബത്താണ് സ്വീകരിച്ചത്. സ്വന്തം ശരീരത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. സ്വന്തം കുടുംബത്തെ മറന്ന മഹബ്ബത്താണല്ലോ കാമിലായ മഹബ്ബത്ത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വൈകല്യങ്ങളിലും ഭൗതികതയുടെ താല്പര്യങ്ങളിലും അതിന്റെ അതിപ്രസരണത്തിലും കുടുങ്ങിയിട്ട് നമ്മുടെ മഹബ്ബത്തിന്റെ പല വഴികളും ചത്തുപോയി കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ ധാരകളിൽ വിവിധ ഭാഗങ്ങളിൽ വീക്ക്നെസ്സുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്നവരാണോ? എന്നാ സ്വന്തം ശരീരത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം കുടുംബത്തെക്കാൾ അവിടുത്തെ താല്പര്യപ്പെടണം, സ്വന്തം ആവശ്യത്തെക്കാൾ തങ്ങളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ
രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വലുതായിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ, മറ്റൊരു ഭാഗത്ത് ചെറിയ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും പാടെ തായോട്ട് അമർന്നു പോകും. ശരിയാ മണ്ണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിക്കുന്ന ആൾക്ക് ഭീകരവാദിയാകാനോ തീവ്രവാദിയാകാനോ ഉഗ്രവാദിയാകാനോ സാധിക്കൂല. അയാളെ മനസ്സിൽ വരുന്നത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമീപനങ്ങളാണ്. അതുകൊണ്ടാണ് തങ്ങളെ നന്നായി സ്നേഹിച്ച സ്വഹാബത്തിനെ പറ്റി ഖുർആൻ പഠിപ്പിച്ചൊരു വാക്ക് റുഹമാഉ ബൈനഹും. അവര് കാരുണ്യമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, അനുഗ്രഹം ചെയ്യുന്നവരാണ്, പരസ്പര ബഹുമാനമുള്ളവരാണ്. സ്വന്തം ശരീരത്തെ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുക, സ്വന്തം ശരീരത്തിന്റെ ഇച്ഛയേക്കാൾ തങ്ങളുടെ താല്പര്യം മുന്നോട്ട് വെക്കുക. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മഹബ്ബത്ത് വെച്ചതുപോലെ സ്വന്തം ഉമ്മയല്ലേ സഅദ് അവറുകളോട് പറഞ്ഞത്, സഅദേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ഞാനങ്ങ് നിരാഹാരം കഴിച്ച് ഞാനങ്ങ് മരിക്കും. നിരാഹാരത്തിലിരുന്ന് ഞാനങ്ങ് മരിച്ചു പോകും. ഞാനൊന്നും കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഉമ്മാ, നിങ്ങൾ വല്ലതും കഴിക്കണം, ശരീരം ക്ഷീണിച്ചു പോകും. നിങ്ങൾ വല്ലതും കുടിക്കണം, ശരീരം ക്ഷയിച്ചു പോകും. ഇല്ല മോനെ, ഞാൻ ഒരിക്കലും നീ രാജിയാകാതെ, നീ വിട്ടുപിരിയാതെ ഞാൻ വെള്ളം കുടിക്കുകയില്ല, ഭക്ഷണം കഴിക്കുകയില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു സമ്മർദ്ദത്തിലായി. ഉമ്മ വഴങ്ങുന്നില്ല. അവസാനം സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മാക്കാണോ വിധേയപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ വിധേയപ്പെട്ടത്? സ്വന്തം മാതാവിനെ കഴിക്കാൻ പറ്റുമോ? മാതാവിന്റെ വാക്കുകൾ തിരസ്കരിക്കാൻ പറ്റുമോ? വിശ്വാസത്തിന്റെ മഹബ്ബത്തിന്റെ ഭാഗമായി സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മാ, അവസാനം നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അല്ലാഹു നിങ്ങൾക്ക് 100 ആത്മാവുകളെ തന്നു എന്നിരിക്കുക. ഓരോ ദിവസവും ഓരോ ആത്മാവങ്ങ് നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി എന്ന് കൂട്ടിക്കോളൂ. എന്നാലും ഈ സത്യമതത്തിൽ നിന്ന്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് ഒരളവ് പോലും പിറകോട്ട് ഞാൻ പിന്തിരിയുകയില്ല. നിങ്ങൾക്കതങ്ങ് കേട്ടാ പോരെ? അല്ലാഹു നിങ്ങൾക്ക് 100 ശരീരം തന്ന് 100 ആത്മാവുകൾ മാറി മാറി തന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഓരോ ആത്മാവ് വേർപിരിഞ്ഞാലും ഓരോന്നും വേർപിരിയുമ്പോഴും എനിക്ക് മാറ്റമുണ്ടോ? ഇല്ല. 100 എണ്ണം പിരിഞ്ഞാലും മാറ്റമില്ല എന്നങ്ങ് അടിയുറച്ച വിശ്വാസം രേഖപ്പെടുത്തിയപ്പോൾ ഉമ്മ വഴങ്ങിക്കൊടുത്തു. ഉമ്മ ഭക്ഷണം കഴിച്ചു, ഉമ്മ വെള്ളം കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇത്രമാത്രം രൂഢമൂലമായിട്ടുണ്ട് എന്ന് ഉമ്മ മനസ്സിലാക്കി. ഉമ്മ വെള്ളം കുടിച്ചപ്പോൾ സന്തോഷമായി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ്, മഹബ്ബത്താണ് വിജയിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിജയിച്ചത് അവിടെയല്ലേ? പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ പ്രഭാഷണം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള സദസ്സിൽ വെച്ച് തന്നെ ശത്രുക്കൾ മുന്നിലേക്ക് വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചു. പലരും പല ഭാഗങ്ങളിലും അടിച്ചു. മഹാനവറുകളുടെ മൂക്കിൽ നിന്ന് രക്തം വന്നു. ബോധരഹിതനായ സിദ്ദീഖ് തങ്ങൾ അവിടെ വീണുപോയി. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് എടുത്തുയർത്തി കൊണ്ടുപോയി. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു അടിച്ചവരോട്, ഈ വിഷയത്തിൽ എങ്ങാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ കുടുംബം എന്ന നിലക്ക് നിങ്ങളോട് പ്രതികാരം ചോദിക്കും. അടിച്ചവർക്കും പിന്നീട് പേടിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സായാഹ്നത്തിൽ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ പാത്രവുമായി കാത്തിരിക്കുന്ന ഉമ്മയോട് ബോധം തെളിഞ്ഞ ഉടനെ തന്നെ ചോദിക്കുന്നത്, മാതാ ഫുഇല ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ എന്ത് ചെയ്തു? എന്റെ തൊട്ടടുത്തിരിക്കുന്നല്ലോ, ഞാൻ പ്രഭാഷണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യം മറന്നിട്ടുള്ളൊരു മഹബ്ബത്താണ്, ചോദ്യമാണ്. എനിക്കെന്ത് സംഭവിച്ചു എന്നും എന്നെ ആരാണ് അടിച്ചു എന്നൊരു ചോദ്യവുമല്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തു പറ്റി? മോനെ, വെള്ളം കുടിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല.
എന്നാലും പറയണം ഉമ്മ എന്താണ് സംഭവിച്ചത്. അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഉമ്മു ജമീൽ ബീവി റളിയല്ലാഹു അൻഹയെ കാണുന്നത്. ഉമ്മു ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ്. ഉമ്മു ജമീലിനോട് ചോദിച്ചു, എന്താണ് തങ്ങളെ വിശേഷം? ആ സമയത്ത് ഉമ്മു ജമീൽ പറയുന്നു, ഉമ്മയാണല്ലോ, സ്വന്തം ഉമ്മയാണല്ലോ ഈ പറയുന്നത്, ഉമ്മാന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഉമ്മയുടെ വാക്ക് വെള്ളം കുടിക്കാനാണ്, എനിക്കതല്ല അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഉമ്മു ജമീൽ ബീവി പറഞ്ഞു, സാലിമുൻ സാലിഹുൻ, തങ്ങൾ സുരക്ഷിതരാണ്, അവിടത്തേക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിജ്ഞ, ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂഖ തുആമാ വലാ അശ്റബ ശറാബാ ഔ ആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ എത്തുന്നത് വരെ, തങ്ങളെ ഒന്ന് കാണുന്നത് വരെ എനിക്ക് വെള്ളം കുടിക്കണ്ട, ഭക്ഷണം കഴിക്കണ്ട. എടുത്തുയർത്തി കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോക്ക് കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സായുജ്യം, വല്ലാത്തൊരു സന്തോഷം ലഭിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തലോടി, സാരമില്ലെന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇതെന്റെ ഉമ്മയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം, ഉമ്മാക്ക് അല്ലാഹു ഈമാനും ഇസ്ലാമും കൊടുക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉമ്മാക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തങ്ങളിൽ നിന്ന് വാക്ക് സ്വീകരിച്ചപ്പോൾ ഉടനെ തന്നെ ഉമ്മ അല്ലാഹുവിന്റെ വഴിയിലേക്ക് വന്നു, വിശുദ്ധ ദീന് സ്വീകരിച്ചു. സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷം ഇരട്ടിയാണ്. ആ ഒരു സമയത്തുള്ള നിലപാട് കൊണ്ട് കിട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. അവിടെ വിജയിക്കുന്നത് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്താണ്. ഹിജ്റ പോകുന്ന ഘട്ടത്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹബ്ബത്താണ് കാണുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലും പിന്നിലും വലത്തും ഇടത്തും മാറി മാറി നടക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, പിന്നിലാകുമ്പോ എനിക്ക് പേടിയാകുന്നു, മുന്നിലൂടെ ആരെങ്കിലും വരുമോ, വന്നാലോ തങ്ങളെ ശരീരത്തിലേക്ക് ആദ്യം പരിക്ക് പറ്റരുത്, എനിക്ക് പറ്റിയിട്ടാകണം തങ്ങൾക്ക് പറ്റേണ്ടത്. ഞാൻ കൂടെയുണ്ടാകുമ്പോ, ഞാൻ പിന്നിലാകുമ്പോ മുന്നിൽ നിന്ന് ശത്രു വന്നാലോ, മുന്നിലാകുമ്പോ പിന്നിൽ നിന്ന് വന്നാലോ എന്റെ ശരീരത്തിലേക്ക് പരിക്ക് പറ്റുന്ന എനിക്ക് പ്രശ്നമില്ല. അതേ സമയത്ത് തങ്ങളെ ശരീരത്തിലേക്ക് പരിക്കേൽക്കുന്നത് എനിക്ക് സങ്കടമാണ്, അത് സഹിക്കാൻ കഴിയില്ല. അവസാനം അത് ഗാർ സൗറിലേക്ക് എത്തിയപ്പോൾ സൗറിന്റെ മുഖത്ത് വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ അവിടെ നിൽക്കണം, ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ, ഞാൻ ഉള്ളിൽ പോയിട്ട് എല്ലാ ഭാഗങ്ങളും കൃത്യമായി റെഡിയാക്കിയ ശേഷം തങ്ങളെ വിളിക്കാം. ഉള്ളിലേക്ക് ആദ്യം പ്രവേശിക്കാനുള്ള ധൈര്യം മഹബ്ബത്തിന്റെ ധൈര്യമാണ്. അവിടെ തേളുണ്ടെങ്കിലോ എന്നെ കടിച്ചോട്ടെ, എന്നാലും ഹബീബിനെ കടിക്കരുത്. അവിടെ പാമ്പുണ്ടെങ്കിൽ എന്നെ കടിച്ചോട്ടെ, എന്നെ കുത്തിക്കോട്ടെ, എന്നാലും തങ്ങളിലേക്കാകരുത്. വിഷജീവികളാണെങ്കിലും അതെന്റെ ശരീരത്തിലേറ്റോട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തെ സഹിക്കാൻ പറ്റൂല. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഗുഹയുടെ ഉൾഭാഗങ്ങൾ മുഴുവനും പല ഭാഗത്തും കാണുന്ന മാളങ്ങളൊക്കെ അടച്ചു. തന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് അത് മുഴുവനും അടച്ചു. ഇനി ധരിക്കാനുള്ള ഭാഗങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി കീറിയാൽ പല ഭാഗങ്ങളും വെളിവായി പോകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമകരമാകും. അപ്പൊ ഒരു ഭാഗം മടക്കാൻ വിട്ടുപോയി. അവിടെ കാലൊന്നമർത്തി വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അകത്തേക്ക് ക്ഷണിച്ചു. തങ്ങൾ വന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിയിൽ തലവെച്ചുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ഉറങ്ങുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് അമർത്തി വെച്ച ആ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് സിദ്ദീഖ് തങ്ങളെ കാലിൽ ഒരു സർപ്പം വന്ന് കൊത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലെടുത്തപ്പോൾ കാലിന്റെ ഭാഗങ്ങളിലൂടെ വിഷാംശങ്ങൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കരയുന്ന കണ്ണീർ കണങ്ങൾ തിരുമുഖത്തെ കുറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. എന്തേന്ന് ചോദിച്ചു. ഈ മാളത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തോന്ന് കടിച്ചു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് തങ്ങളത് പുരട്ടിയിട്ട് ഭേദമാക്കി കൊടുത്തു. കാലിന് നല്ല സന്തോഷമായി. അപ്പോഴാണ് ഈ പരിശുദ്ധമായ കാലിൽ കൊത്താനുള്ള കാരണം അതൊരു വേറെ മഹബ്ബത്താണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ,
മാളത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് എന്നൊരു വിവരം കിട്ടിയപ്പോൾ, എന്നൊരു വാസന മണത്തറിഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ ഉള്ളിൽ വിശ്രമിക്കുകയാണ് തങ്ങളെ ഒരു നോക്ക് കാണാൻ. ഫലിമഹജബ്തനീ, നിങ്ങൾ എന്തിനാണ് എനിക്ക് മറസിട്ടിച്ചത്? മറസിട്ടിച്ചപ്പോഴാണ് ഞാൻ നിങ്ങളെ കാലിൽ കൊത്തിയത്. ഇത് കൊത്താൻ പാടില്ലാത്ത കാലാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മഹബത്തിന്റെ ഉയർച്ച തങ്ങളെ ഒരു നോക്ക് കാണുക എന്നതിന് അവിടുത്തെ കാല് തടസ്സമായപ്പോൾ ഞാനൊന്ന് കൊത്തിയതാണ്. തങ്ങള് വിഷമമൊന്നും കരുതരുത്. ആ പാമ്പ് അവിടെ നിന്ന് സംസാരിച്ചു എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹത്തോടെ നോക്കിക്കാണുകയാണ് ആ സർപ്പം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രചരണം ആ സർപ്പത്തിലേക്കും അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളിലേക്കും അചേതന വസ്തുക്കളിലേക്കും തങ്ങളെ പറ്റിയിട്ട് അല്ലാഹു തആല അറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. കൂട്ടത്തിലൊരു മെമ്പറാണ് ആ സർപ്പവും. ഇരിക്കട്ടെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം സ്വന്തം ശരീരത്തെ മറന്നുള്ള സ്നേഹമാണ്. ഗാർസൗറിൽ നിന്ന് എഴുന്നേറ്റ് യാത്ര തുടരുകയാണ്. ആ യാത്രക്കിടവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറിയ ഒരു ക്ഷീണം വന്നു എന്ന് സിദ്ദീഖ് തങ്ങൾക്ക് തോന്നിയപ്പോൾ, തങ്ങൾക്ക് നടക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നിയപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല, തങ്ങളെ എടുത്ത് തോളിലേക്ക് ഇടുകയാണ്. സിദ്ദീഖ് തങ്ങളെക്കാളും 2 വയസ്സ് കൂടുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നാലും അത് പ്രശ്നമല്ല. ഇമാം ഹാഫിദ് ബിൻ അസാക്കിർ തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ, ഖതീബുൽ ബഗ്ദാദി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോളിലിട്ട് ഒരു പാറയുടെ ചുവട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടെ നന്നായി ഒരു വിരി വിരിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ നബി തങ്ങൾ അവിടെ കിടത്തുകയാണ്. തോളിലേറ്റി കൊണ്ടുപോയ ഈ ഒരു സന്ദർഭം, ഈ ഒരു മഹബത്തിന്റെ വല്ലാത്ത വിശാലത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ സ്വന്തമായ ഒരു സ്ഥാനമാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ മറ്റാരെയും പറയാത്ത രൂപത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത്, സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, ഗുഹയിൽ താമസിച്ചപ്പോഴുള്ള 2 വ്യക്തിത്വങ്ങൾ, അതിലൊരു മെമ്പറാകാൻ ലോകത്ത് അല്ലാഹു തആല കഴിവ് കൊടുത്തത് ആദരണീയരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. സിദ്ദീഖ് തങ്ങളെ നിങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ട്. നിങ്ങളെ ചേർത്തിയിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കരുത് സിദ്ദീഖേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുവിന്റെ പ്രത്യേക സഹായം എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമുക്ക് രണ്ടാൾക്കുമുള്ള സഹായമല്ല പുറത്തുള്ളവർക്ക്, നമുക്കുള്ള പ്രൊട്ടക്ഷൻ അല്ല പുറത്തുള്ളവർക്ക്. സുറാഖത്ത് ബിൻ മാലിക് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചിട്ടില്ല. പേടിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിയെ, സുറാഖത പിന്നെയും 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 വരുന്നു. സുറാഖ വരുന്ന ഭാഗത്തേക്ക് മറഞ്ഞു നിൽക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവസാനം 3ാമത്തെ തവണ സുറാഖത്ത് ബിൻ മാലിക്കിന് ബോധ്യമായി, ഇനി പിടുത്തം കൊടുക്കാൻ കഴിയില്ല, എന്റെ ജീവിതം തകർന്നു പോകും. അപ്പോഴാണ് അഫ്വൻ അഫ്വൻ വമഹ്വൻ, പൊറുക്കണം മാപ്പാക്കണം. അവിടുന്ന് 100 ഇനാം ഒട്ടകം പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ സന്തോഷം കൊണ്ട് വന്നതാണ്, എനിക്ക് മാപ്പാക്കി തരണം. എന്നാൽ സുറാഖത്തെ, നീ ഒരു കാര്യം ഏറ്റെടുക്കണം. എന്താ ഞാൻ ഏറ്റെടുക്കേണ്ടത്? എന്തും ചെയ്യാം. ഇങ്ങോട്ട് വരുന്ന ആളുകളെ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ അങ്ങോട്ട് തന്നെ അവരെ കൊണ്ടുപോകണം. ഞങ്ങളെ യാത്രയിൽ ഇന്ന് ശല്യവും ഉണ്ടാകരുത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുന്നു, എവിടുന്നെങ്കിലും ഒരു പാത്രം പാല് കുടിക്കാൻ കിട്ടുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, തങ്ങളൊന്ന് വിശ്രമിക്കണം. അവിടെ ചെറിയൊരു കുടില് കാണുന്നുണ്ട്, ഞാൻ ആ കുടിലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കട്ടെ. ആ കുടിലിൽ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഉമ്മയുണ്ട്. അതല്ല,
അതല്ല, ഒരു ഉമ്മാമയുണ്ട്. ഉമ്മാമയോട് ചോദിച്ചു, പാൽ ചുരത്തുന്ന വല്ല മൃഗങ്ങളും ഇവിടെയുണ്ടോ? ഇവിടെയുള്ള മൃഗങ്ങളെ മുഴുവനും ഭർത്താവ് മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതാ കൂട്ടിൽ കാണുന്നുണ്ടല്ലോ ഒരാട്, അത് ക്ഷീണമായി കിടക്കുകയാണ്. ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, എപ്പോഴാണ് പോക്കറിയാതെ കിടക്കുകയാണ്. നടക്കാനതിന് ആവതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ പോയി ചോദിച്ചു, നബിയേ, അവിടെ ഒരു മൃഗമുണ്ട്, അവിടെ ഒരു ആട് കിടക്കുന്നുണ്ട്, കൂട്ടിലൊരു ആട് കിടക്കുന്നുണ്ട്, തങ്ങൾ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു ഉമ്മയോട്, ആടിനെ കറന്നോട്ടെ, അതിനെന്ത് കറക്കാനാണ്? പാല് ചുരത്തുമെങ്കിൽ നിങ്ങൾ കറന്നോളൂ. ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. തങ്ങൾ ആ ആടിന്റെ പുറത്തേക്കൊന്നിങ്ങനെ തൊട്ടൊന്നുരുമ്മിയപ്പോഴേക്ക് ആട് സടകുടഞ്ഞ് എഴുന്നേറ്റുപോയി. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ കണ്ട് അതിശയിക്കുകയാണ്. എന്തൊരു സൗന്ദര്യമുള്ള, എന്തൊരു മനോഹാരിതയുള്ള കരസ്പർശമാണ്. കം അബ്റഅത് വാസിബൻ ബില്ലം സിറാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖതിൽ ലമമി. അവിടുത്തെ കരസ്പർശം കൊണ്ട് എന്തൊരു ബഹുമാനമാണ്. അത് സഹോദരങ്ങളെ, നുബുവത്തിന് ശേഷമുള്ള ബഹുമാനമല്ല. അങ്ങനെ ധരിക്കരുത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ള ബഹുമാനമാണ്. വായിക്കൂ ചരിത്രത്തിന്റെ താളുകൾ. സീറത്തുൻ നബവിയയിൽ കാണാം, ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുനാളിൽ ഏതെങ്കിലും ആളുകൾക്ക് സുഖമായാൽ, പല്ലിന് വേദനയായാൽ, വയറിന് വേദനയായാൽ, തലക്ക് വേദനയായാൽ, രോഗബാധിതർ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരും. തങ്ങളെ കൈയൊന്നെടുത്ത് തലയിൽ വെക്കുന്നു, കണ്ണിൽ വെക്കുന്നു, അതുപോലെ തന്നെ ഭാഗങ്ങളിൽ വെക്കുന്നു. ഉടനെ ശിഫ ലഭിക്കുന്നു. പോരാ, ഒട്ടകങ്ങൾക്ക് അസുഖമായാൽ, ആടിന് വല്ല അസുഖവുമായാൽ, കുഞ്ഞിനെ ഒന്നെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തങ്ങളുടെ കൈയൊന്ന് തൊടിക്കുമ്പോഴേക്ക് ആ രോഗം മാറിപ്പോകുന്നു. നേരത്തെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ബഹുമതിയാണ്. അകട്ടിലേക്ക് നോക്കുമ്പോൾ ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ കാണുന്നത് വല്ലാത്ത കാഴ്ചയാണ്. അകിട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഒരു പാത്രത്തിലെ വെള്ളം കൊണ്ട് അകിട് നന്നായി കഴുകി ഹബീബായ തങ്ങൾ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് പാൽ കറക്കുകയാണ്. വിധേയത്വത്തിന്റെ, വിനയത്തിന്റെ വലിയ അടയാളമാണ് അവിടെ കാണിക്കുന്നത്. പാൽ കറക്കുന്നത് വിനയത്തിന്റെ അടയാളമാണ്. ആരോടെങ്കിലും പറഞ്ഞാൽ കറക്കാൻ ആളെ കിട്ടും. സിദ്ദീഖ് തങ്ങളെ ഏൽപ്പിക്കാതെ തങ്ങൾ തന്നെയാണ് കറന്നെടുക്കുന്നത്. ഒരു പാത്രം നിറഞ്ഞപ്പോൾ തങ്ങൾ ആദ്യമായി കുടിക്കുകയല്ല, പറയുന്നു സിദ്ദീഖ് വീട്ടുകാർക്ക് കൊടുക്കൂ, അവർ കുടിക്കട്ടെ. രണ്ടാമത്തെ ഒരു പാത്രം കൊണ്ടുവരൂ. രണ്ടാമത്തെ പാത്രത്തിലേക്കും തങ്ങൾ കറന്നെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു തുള്ളി പാല് പോലും ഇല്ലാത്ത ആ ആടിന്റെ അധരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പാല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് വന്നപ്പോൾ ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ അതിശയത്തോടെ നോക്കുകയാണ്. പാല് കുടിച്ച് പാത്രം അവിടെ കൊടുത്ത് രണ്ടുപേരും യാത്ര തുടർന്നു. പോകുന്ന വഴിത്താരയിലേക്ക് നോക്കി നിന്ന് ആ വലിയ മഹദി തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, ആരാണ് ഇവിടെ ആടിനെ കൊണ്ടുവന്ന് കിട്ടിയത്? ഇവിടെ ഒരു പുതിയ ആടിനെ കാണുന്നുണ്ടല്ലോ. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പുതിയ ആടല്ല, രണ്ട് യാത്രക്കാർ ഇതിലെ വന്നിരുന്നു. അതിലൊരു യാത്രക്കാരനെ കണ്ടിട്ട് വല്ലാത്തൊരു ബഹുമാനം തോന്നുന്നുണ്ട്. ആ യാത്രക്കാരന്റെ കണ്ണിലേക്ക് ഞാനൊന്ന് നോക്കി. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണിൽ ഒരഴകിന്റെ ചുവപ്പുണ്ട്. അഴകിന്റെ ചുവപ്പ് ഞാനതെങ്ങനെ വർണ്ണിച്ചു തരാനാണ്? ഒരു കണ്ണഴകിന്റെ ഒരു ചുവപ്പുണ്ട്. നമ്മുടെ കണ്ണുകളിലൊന്നും അതില്ല. നമ്മളെ കണ്ണുകൾക്ക് എന്ത് ഭംഗിയാണ്! തങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഫഫീ ഐനൈഹി ഹുംറ, ആ കണ്ണിൽ ഒരു വല്ലാത്ത മാസ്മരികതയുടെ ചുവപ്പുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത ബഹുമാനമുണ്ട്. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ ആടിന് വന്ന അഭിവൃദ്ധി മുഴുവനും സമൃദ്ധിയും ബോധ്യപ്പെടുത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ പൂർവവേദങ്ങളിൽ അവസാനത്തെ നബിയുടെ പലായനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആ അവസാനത്തെ നബിയായിരിക്കും ഇതുവഴി കടന്നുപോയിട്ടുണ്ടാവുക ത്വയ്ബയിലേക്ക്, മദീനയിലേക്ക്. സംശയിക്കേണ്ടതില്ല. അല്ലാഹു
അള്ളാഹു നൽകിയ ബഹുമാനം ബാക്കിയാകുന്നത്. ഒരാടിന് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ആയുഷ്കാലം പറയും 7 കൊല്ലം കഴിഞ്ഞു. ഏറിപ്പോയാൽ ഇതിനൊന്നും കാത്തിരിക്കൂല. അങ്ങനെ കാടുണ്ടെങ്കിൽ തള്ളാടായിട്ട് അതിനെ ബഹുമാനിക്കുന്നുണ്ടാവും. ഏറിപ്പോയാൽ 2 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്ക് കശാപ്പ് ചെയ്യും. അതും അധികം കാത്തിരിക്കൂല. ചിലപ്പോ 1-2 പ്രസവം കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി വിൽക്കും. എന്നാൽ അവിടുത്തെ കരസ്പർശം സ്പർശിച്ച ഉമ്മു മഅബദ് ബീവിയുടെ ആട് എത്ര വർഷമാണ് അവർക്ക് അനുഗ്രഹമായി വർഷിച്ചത്. ചരിത്രത്താളുകളിൽ പറയുന്നു. ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആ ആട് മരണപ്പെടുന്നത്. 10-20 വർഷക്കാലമാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് ആടവർക്ക് വലിയ ബഹുമാനവും ജീവിതോപാധിയും നൽകുന്നത്. തങ്ങളെ കൊണ്ട് അല്ലാഹു നൽകിയ റഹ്മത്ത് കണ്ടോ. തങ്ങളൊന്ന് പാലൊന്ന് ചുരത്തിയപ്പോഴേക്ക് പിന്നെ ആ കുടുംബത്തിന് മുഴുവനും സമൃദ്ധിയാണ്. തങ്ങളൊരു വീട്ടിലേക്ക് വന്നാൽ ആ വീട്ടുകാർക്ക് മുഴുവനും സമൃദ്ധിയാണ്. തങ്ങളെ പിന്നാലൊരു ഖാദിമായിട്ടൊരു ഖാദിമ ചേർന്നാൽ ജീവിതാവസാനം വരെ അഭിവൃദ്ധിയാണ്. 10 വർഷം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്, അമ്മായിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇടക്കിടക്ക് കടന്നു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞപ്പോ കുറച്ചു നേരം ഒന്നിരുന്നാൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി തരാം. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ തങ്ങൾ അവിടെ വിശ്രമിച്ചു. ഭക്ഷണം കൊണ്ടുവന്നു, ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷങ്ങൾ പറഞ്ഞു ഇറങ്ങുമ്പോ തങ്ങളുടെ വാതിലിന്റെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് സ്വഹീഹിൽ രേഖപ്പെടുത്തി, ഇന്നലീ ഖുവൈസാ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു ചെറിയ പ്രത്യേകതയുണ്ട്. ഈ മദീനയിൽ പല സ്ത്രീകൾക്കും കിട്ടാത്ത പ്രത്യേകത എനിക്കുണ്ട്. എന്താണ് ഉമ്മു സുലൈമേ നിങ്ങൾക്കുള്ള പ്രത്യേകത? മറ്റൊന്നുമല്ല, എന്റെ മകനാണല്ലോ അവിടുത്തെ ഖാദിമ്, അതെന്റെ ഒരു പ്രത്യേകതയാണ്. എന്റെ മകന് വേണ്ടി തങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. 10 കൊല്ലം ഖിദ്മത്തെടുത്ത ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് തങ്ങൾ കൊടുക്കുന്ന ബറക്കത്ത് ആഖിറത്തിലേക്ക് മാത്രമാണോ? അല്ല, മുത്തുനബി തങ്ങളെ സ്നേഹിച്ചോളൂ. അല്ലാഹ് ദുനിയാവും തരും ആഖിറവും തരും, ദുനിയാവും തരും ആഖിറവും തരും എന്നതിന് ദശക്കണക്കിന് തെളിവുകളുണ്ട്, ആയിരക്കണക്കിന് തെളിവുകളുണ്ട്. ഏറ്റവും വലിയൊരു തെളിവാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. 10 വർഷം ഖിദ്മത്തെടുത്തപ്പോ അവിടുത്തെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ അക്സിർ മാലഹു, ജീവിതാഭിവൃദ്ധിക്ക് വേണ്ടി സമ്പത്ത് അധികം കൊടുക്കണേ അല്ലാ, സന്താനങ്ങളെയും അധികം കൊടുക്കണേ അല്ലാ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയില്ലേ, മറ്റു പല മഹാന്മാരും രേഖപ്പെടുത്തിയില്ലേ, സ്വന്തം മുതുകിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു 100-ലധികം മക്കളെ അല്ലാഹു നൽകിയിട്ടുണ്ട്. 4 മക്കളെ പോറ്റാൻ പ്രയാസപ്പെടുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, മുത്തുനബി തങ്ങളിലേക്ക് മടങ്ങൂ, അല്ലാഹു സമൃദ്ധി തരും. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കൂ, അല്ലാഹു അഭിവൃദ്ധി തരും. ഹലാലായ ഐശ്വര്യം അല്ലാഹു തുറന്നു തരും. മുത്തുനബി തങ്ങളെ സുന്നത്തിന്റെ ഖാദിമീങ്ങളാകൂ. അല്ലാഹു തരുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തആല കാരക്കത്തോട്ടം നൽകി. സ്വഹാബത്ത് മുഴുവനും പറഞ്ഞില്ലേ, ആ ദുആഇന്റെ വലിയ ബറക്കത്താണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിൽ എപ്പോഴും കാരക്കയാണ്, ഈത്തപ്പഴമാണ്. സാധാരണ ഇന്ന് സൗദിയിൽ പോയാൽ നമുക്കറിയാം അതിനൊരു സീസൺ ഉണ്ട്. ചൂടുകാലം വന്നാൽ കാരക്കങ്ങനെ വന്ന് നല്ലോണം ചൂട് വരുമ്പോ കാരക്കങ്ങനെ പഴുത്ത് പാകമായി പറിക്കും. പക്ഷേ തണുപ്പ് കാലത്തും ആ തോട്ടത്തിലെ
ഈത്തപ്പഴമുണ്ട്, കാരക്കയുണ്ട്. അല്ലാഹുമ്മ അക്സിർ മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാ. അനസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയാറുണ്ട്, നബി തങ്ങൾ എനിക്ക് വേണ്ടി ചോദിച്ചത് 3 എണ്ണമാണ്, 2 എണ്ണം എനിക്ക് കിട്ടി, 3-മത്തതും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 3-മത്തത് വദ്ഖിൽഹുൽ ജന്ന, സ്വർഗപ്രവേശനമാണ്. ഖിദ്മത്ത് എടുക്കുമ്പോഴൊക്കെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഫാത്തായി പോയാൽ വലിയ സങ്കടമാണ്, ആഖിറത്തിൽ വന്നിട്ട് ഞാൻ തങ്ങളെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? മോനെ അനസേ, കുട്ടിക്കാലത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാണ്, എന്നെ നീ ആദ്യമായി അന്വേഷിക്കേണ്ടത് ഹൗലിന്റെ സവിധത്തിലാണ്. അവിടെ കണ്ടില്ലെങ്കിലോ നബിയേ, മീസാനിന്റെ അടുക്കലേക്ക് വന്നാൽ അവിടെ കാണാം. അവിടെയും നോക്കിയിട്ട് കണ്ടില്ലെങ്കിലോ സിറാത്തിന്റെ ഭാഗത്ത് കാണാം. എവിടെയെങ്കിലും എന്നെ കാണാതിരിക്കൂല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉറപ്പ് നൽകിയെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മയും കാത്തിരിക്കുന്നുണ്ട്. വഅന ഫറതുകും ഇൻദൽ ഹൗൽ, ഹൗലിന്റെ സമീപത്ത് നിങ്ങളെ ഞാൻ കാത്തിരിക്കുമെന്ന് നമ്മളെ കാണാനേറെ ആഗ്രഹിച്ച, നമ്മളെ കാണാനേറെ കൊതിച്ച, നമുക്കൊക്കെ വേണ്ടി സമ്മാനം സൂക്ഷിച്ചു വെച്ച, നമ്മുടെ ബാപ്പ നമ്മളെ സ്നേഹിച്ചതുപോലെയല്ല, ഉമ്മ സ്നേഹിച്ചതുപോലെയല്ല, കുടുംബങ്ങൾ സ്നേഹിച്ചതുപോലെയല്ല, ശിഷ്യന്മാര് സ്നേഹിച്ചതുപോലെയല്ല, ഗുരുനാഥന്മാര് സ്നേഹിച്ചതുപോലെയല്ല, ലോകത്തൊരാളും തരാത്ത സ്നേഹമാണ് നമുക്ക് നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ സ്വഹാബിമാരെ കൂട്ടത്തിൽപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നും വന്ന് കാണുന്ന സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് കണ്ടില്ലേ? അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹളറത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇദാ മിത്തു വമിത്നാ കുന്ത ഫിൽ ഇല്ലിയീൻ, ഞങ്ങളൊക്കെ മരിച്ചു, തങ്ങളും വഫാത്തായാൽ തങ്ങൾ ഉന്നതമായ പദവിയിലല്ലേ സ്വർഗത്തിലുണ്ടാവുക. ആരാണ് ഈ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ആദ്യമായി വാങ്ങിന്റെ വചനങ്ങൾ സ്വപ്നത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത് ആ വചനങ്ങൾ കിട്ടിയ വിവരം ആദ്യം എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. പിന്നീട് അതിന്റെ പിന്നാലെ 20ഓളം വരുന്ന സ്വഹാബത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനോടാണ് തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കേട്ട വചനങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കൂ, ബിലാൽ തങ്ങൾ വാങ്ങി വിളിക്കട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്ക് വല്ലാത്ത വിഷമമാണ്, തങ്ങൾ ഉയർന്ന സ്ഥാനത്ത് വിരാജിക്കുമ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ. എന്നും കൂടെ കാണുന്ന സ്വഹാബിമാരിൽ പ്രഗൽഭനായ അബ്ദുല്ലാഹ് ഇബ്നു സൈദ് തങ്ങളാ ചോദിക്കുന്നത്, ഇവിടെ കൂടെ ഇരിക്കും പോലെ സ്വർഗലോകത്ത് കൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന വല്ലാത്ത സന്ദേഹം പറഞ്ഞപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി കൊടുത്തത്, വിഷമിക്കേണ്ടതില്ല എന്ന് പറയൂ നബിയേ. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ദുനിയാവിൽ കിട്ടാത്ത ഏറ്റവും നല്ല കൂട്ടുകാര്, വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ, മുത്തുനബി തങ്ങൾക്ക് വിധേയപ്പെട്ട് സ്നേഹിച്ച് ജീവിച്ചാൽ നബിതങ്ങളോടൊപ്പം മാത്രമല്ല ഇരിക്കാൻ കഴിയുക, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ. ലോകത്തുള്ള സർവ്വ ശുഹദാക്കളോടുകൂടെയും സർവ്വ അംബിയാഇനോടൊപ്പവും സർവ്വ സജ്ജനങ്ങളോടൊപ്പവും ഇരിക്കാൻ കഴിയും, ഒത്താശ ചെയ്യാൻ കഴിയും, സഹവർത്തിത്വത്തോടെ നടക്കാൻ കഴിയും. പേടിക്കേണ്ട. അബ്ദുല്ലാഹ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് വഫാത്തായി എന്ന് വിവരം കിട്ടുന്ന സമയത്ത്
മഹാനവറുകൾ എന്നും നബിതങ്ങളെ മുഖത്തേക്ക് വന്ന് നോക്കുന്ന പതിവാണ്. തങ്ങളെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ കഴിയൂല. കാണാത്ത ഒരു ദിവസമാണ് പൊട്ടിക്കരഞ്ഞു പോയത്. അപ്പോഴാണ് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മനസ്സിലുള്ള സങ്കടം മഹാനവറുകൾ എടുത്തു പറഞ്ഞത്. ആ അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു തങ്ങളങ്ങ് വഫാത്തായി എന്ന് വിവരം കിട്ടിയപ്പോ, നോക്ക് നിങ്ങൾ സഹോദരന്മാരെ, സ്വന്തം ശരീരത്തെക്കാൾ മുത്തുനബി തങ്ങൾ അവർ പരിഗണിച്ചത്. അബ്ദുല്ലാഹിബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഒറ്റ പറച്ചിലങ്ങ് പറഞ്ഞു, ഹുബ്ബിന്റെ പറച്ചിലാണ്. അല്ലാഹുമ്മ അമിനി ഹത്താ ലാ അറാ ശൈഅൻ ബഅദ ഹബീബി ഹത്താ അൽഖാ ഹബീബി. അല്ലാഹുവേ, എന്റെ കണ്ണിന് അന്ധത തരണം, എന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നീ അങ്ങെടുത്തോ. കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള, ദുനിയാവിൽ ഇതിനപ്പുറം സൗന്ദര്യമുള്ളൊരു നേതാവില്ല, ഇതിനപ്പുറം സൗരഭ്യമുള്ളൊരു മഹാനില്ല. കണ്ടാൽ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലൊരു നേതാവ് വേറെയില്ല. എന്റെ ഹബീബിനെ കണ്ട ശേഷം ഇനി എനിക്ക് ഭൂവിധാനത്തിലൊന്നും കാണണ്ട. ഹത്താ അൽഖാ ഹബീബി, നാളെ ആഖിറത്തിലെത്തി എന്റെ ഹബീബിനെ കാണുന്നത് വരെ ആ സ്പോട്ടിൽ തന്നെ അല്ലാഹു തആല കാഴ്ച പിൻവലിച്ചു കളഞ്ഞു. സ്വന്തം ശരീരത്തിന്റെ ദൃഷ്ടിയല്ല അവർ മുന്നോട്ട് വെച്ചത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലാണ് അവർക്ക് ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സ്വഹാബത്ത് മഹബ്ബത്ത് വെച്ചതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം. സ്വന്തം ശരീരം ഈ ഭൂമി ലോകത്തുനിന്ന് വേർപിരിയുമ്പോഴും ആ സ്വന്തം ശരീരത്തിന്റെ വ്യതയല്ല അവർക്കുള്ളത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമാണ്. അതുകൊണ്ടാണ് ഉഹുദിന്റെ രണഭൂമിയിൽ സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി നബി തങ്ങൾ ആളെ പറഞ്ഞയച്ചു. സഅദ് ബിൻ റബീഅനെ കാണുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്കൂ സഹാബാ. സഅദ് ബിൻ റബീഅ് എവിടെയെന്ന് തങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എന്റെ ഒരു സലാം പറയണേ. സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ച് നീങ്ങുന്ന സ്വഹാബി ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് അന്വേഷിച്ചു പോകുന്നത്. എന്നെ നബി തങ്ങൾ പറഞ്ഞേച്ചപ്പോൾ ഞാൻ അങ്ങ് ചെന്നു. നോക്കുമ്പോൾ സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു അവസാനത്തെ സന്ദർഭത്തിലാണ്. ചോദിച്ചു, സഅദേ, എങ്ങനെയുണ്ട് അവസ്ഥ? ഉഹുദിന്റെ രണഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വന്തം ശരീരം അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച മഹാൻ. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്നൊരു ഘട്ടം വന്നാൽ ഒന്നുകൂടായികയില്ല. നമ്മുടെ ഈമാനിന് വില പറയുന്നൊരു ഘട്ടം വന്നാൽ ആരെ പരിഗണിക്കണം? സ്വന്തം കുടുംബമാണോ പരിഗണിക്കേണ്ടത്? സാമ്പത്തിക അഭിവൃദ്ധിയാണോ നോക്കേണ്ടത്? ശിഷ്ടകാല ജീവിതത്തിന്റെ മോഹങ്ങളും താല്പര്യങ്ങളുമാണോ നോക്കേണ്ടത്? എല്ലാം വകഞ്ഞു മാറ്റിയിട്ട് നോക്കേണ്ടത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. ആഖിറത്തിൽ അവിടത്തെയോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയണം. അതിനെന്റെ ഈമാന് പണയപ്പെടുത്തിക്കൂടാ. ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്റെ വിശ്വാസം മറ്റൊരാൾക്ക് തീരെഴുതി കൊടുത്തുകൂടാ എന്ന നിലക്ക് ചിന്തിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണം. സഅദ് ബിൻ റബീഅ് റളിയല്ലാഹു അൻഹു അതാ ഉടനെ തന്നെ മഹാനവർകളോട് പറയുന്നു, എന്താണ് എന്റെ അവസ്ഥ എന്ന് ചോദിക്കാൻ ആരാ നിങ്ങളെ വിട്ടത്? സഅദേ, അല്ലാഹുവിന്റെ റസൂല് വിട്ടതാണ്. നിങ്ങളോടൊരു സലാം പറഞ്ഞിട്ടുണ്ട്. സലാം മടക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത് അജിദുനി റീഹൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. പക്ഷേ അവസാനമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കണ്ട, എന്റെ ശരീരം തൊടണ്ട, എന്നെ ചെരിച്ചും മറിച്ചും കിടത്തണ്ട. നിങ്ങൾ വേഗം മുത്തുനബി തങ്ങളുടെ അടുത്തേക്ക് പോകണം. അല്ലാഹുവിന്റെ റസൂല് ഒറ്റപ്പെട്ടു പോയാൽ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരൂല. അവസാന
സന്ദർഭത്തിലും പറയുന്നത്, എന്റെ ശരീരം നിങ്ങൾ നോക്കണ്ട, ഞാൻ ഏതായാലും ദുനിയാവിൽ നിന്ന് പോവുകയാണ്. അവസാനം കിട്ടിയത് നബി തങ്ങൾ ഒരു സലാമാണ്, സ്വർഗത്തിന്റെ സുഗന്ധമാണ്, സന്തോഷമാണ്. അവസാനം പറഞ്ഞ വാക്ക് ലാ ഉസ്റ ലക്കും ഇൻദല്ലാഹ് അൻ യഖ്ലിസ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ തനിച്ചാക്കരുത്, നബി തങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ അല്ലാഹ് നിങ്ങൾക്ക് പൊറുക്കൂല. എന്തൊരു മഹബത്താണ് സഹോദരങ്ങളെ. നമുക്ക് ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനത്തിൽ ചാലിച്ച മഹബത്ത്. നബി തങ്ങളെ പേരെങ്ങാനും വിളിച്ചാൽ എന്തൊരു ദേഷ്യമാണ് സ്വഹാബത്തിന്. പിടിച്ച് തള്ളി മാറ്റിക്കളിയവര്. പണ്ട് കാലത്തൊരു ദിക്ർ ഉണ്ടായിരുന്നു, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. അന്ന് ആലിമീങ്ങൾ കൂടി അതിനെ എതിർത്തു. ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഷിഫായിന്റെ ഷർഹിൽ അങ്ങനെ ദിക്ർ ചൊല്ലരുത് എന്ന് പറഞ്ഞു. പഴയ കാലത്ത് നമ്മുടെ നാട്ടിന്റെ അന്നൊരു പ്രസ്ഥാനം, ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ട് രണ്ടാമത് ആ പ്രസ്ഥാനം ഹയാത്താകണ്ടെന്ന് കരുതിയിട്ട് അവർക്കൊരു ദിക്ർ ഉണ്ടായിരുന്നു, മുഹമ്മദ് 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 എന്നുള്ള ദിക്ർ. അന്ന് ഉലമാക്കൾ അതിനെ എതിർത്തു. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ പണ്ഡിതന്മാർ അല്ലാഹു അവർക്ക് ദർജ കൊടുക്കട്ടെ, അവരൊക്കെ ഇൽമിന്റെ ആഴം കൊണ്ടാണ് ആ ദിക്ർ നിർത്തിക്കളി. അല്ലാഹു തആലാക്ക് നമ്മൾ ദിക്റിലും അല്ലാഹു 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 അല്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ പേര് മാത്രം വിളിച്ച് ദിക്ർ പറ്റൂല. ചൊല്ലാണോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പുറത്ത് പറഞ്ഞിട്ട് ഒരു മുഹമ്മദ് മാത്രം പറയാൻ പറ്റുമോ? പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങനെ ചൊല്ലണം. അത് അല്ലാഹ് പഠിപ്പിച്ച ബഹുമാനമാണ്. ഖുർആനിൽ കണ്ടില്ലേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പേര് മാത്രമായിട്ട് അല്ലാഹു തആല സംബോധന നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരൊറ്റ സ്ഥലത്തുമില്ല. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓതാറില്ലേ, യാ ആദമു എന്നുള്ളൊരു ഓത്ത്. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദം നബിനെ അല്ലാഹ് വിളിച്ചത് ആദമേ. ഇബ്രാഹിം നബിനെ അല്ലാഹ് വിളിച്ചത് യാ ഇബ്രാഹിം. മൂസാ നബിനെ അല്ലാഹ് വിളിച്ചത് യാ മൂസാ. നൂഹ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് വിളിച്ചത് യാ നൂഹ്. നബി തങ്ങളെ അല്ലാഹു വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയൂ, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഇനി നബി തങ്ങളെ പേരെങ്ങാനും പറയുന്നുണ്ടോ? അപ്പുറത്തോ ഇപ്പുറത്തോ റസൂൽ ചേർത്തത് കാണാം. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരായത്തിന്റെ തുടക്കം അങ്ങനെയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലും ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. എന്തൊരു ബഹുമാനമാണ് ഈ ബഹുമാനം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും നൽകിയ ബഹുമാനം അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നു ഒരു യഹൂദിയായ മനുഷ്യൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വന്നതാണ്. യഹൂദി വന്നപ്പോൾ തങ്ങളെ സമീപത്തുണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു. സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി തങ്ങളെ മുന്നിൽ നിൽക്കുമ്പോ ഒരു ജൂത പണ്ഡിതൻ തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷേ നബി തങ്ങളോട് സലാം പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? അസ്സലാമു അലൈക യാ മുഹമ്മദ്. സലാം പറഞ്ഞപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു തള്ളങ്ങ് കൊടുത്തു, ഒരൊറ്റ തള്ള്. അയാൾ വിയാൻ പോയി. വിയാൻ പോയപ്പോ അയാൾ എന്നോട് ചോദിച്ചു, ലിമ തദ്ഫഉനി, എന്തിനാ എന്നെ തള്ളിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അലാ തഖൂൽ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചാ പോരെ നിനക്ക്? എന്തിനാ അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞത്? അങ്ങനെ പറയാൻ പറ്റൂല. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞൂടെ? അങ്ങനല്ലേ മഹാന്മാരൊക്കെ സലാം പറഞ്ഞത്. എവിടെ മദീനത്തുനിന്ന് പോകുകയാണെങ്കിലും, മദീനത്തുനിന്ന് പോയി തിരിച്ചു പോരുകയാണെങ്കിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ വന്ന് സലാം പറയുന്ന സ്വഹാബിയാണ് മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് സലാം? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇങ്ങനെയാണ് സലാം പറയുന്നത്. പേര് വിളിച്ചിട്ട് തങ്ങളെ സംബോധന നടത്താൻ പറ്റൂല.
വേറുള്ളവരൊക്കെ പേര് വിളിച്ചിട്ട് നമ്മൾ സംബോധന നടത്തുമ്പോ അല്ലാഹു തആല പറയുന്നു ലാ തജഅലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. മറ്റുള്ള ആളുകൾ അന്യോന്യം പേരെടുത്ത് സംബോധന ചെയ്യും പോലെ മുത്തുനബി തങ്ങളെ പേരെടുത്ത് വിളിക്കാൻ പറ്റൂല. നിസ്കാരത്തിൽ നമ്മൾ പറയുന്ന സലാം പോലും അങ്ങനെയല്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. അയ്യുഹൻ നബിയോ എന്നുള്ളോടത്ത് ഒരാൾ പേരങ്ങ് വിളിച്ചാലോ അയാളെ നിസ്കാരം ശരിയാകുമോ? ഇല്ല. മദീന മുനവ്വറയിൽ പോയി സലാം പറയുമ്പോ മുത്തുനബി തങ്ങളെ പേര് വിളിച്ച് പറഞ്ഞാലോ ആ സലാം ശരിയല്ല, ആ സിയാറത്ത് അപകടകരമാണ്. വിളിക്കേണ്ടത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? സുബ്ഹാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ അങ്ങ് വിളിച്ചൂടെ? നിനക്ക് എന്താ കുഴപ്പം? എന്തിനാ അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്ന് പറഞ്ഞത്? യഹൂദിയോടാ പറയുന്നത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞൂടെ? അപ്പൊ യഹൂദി പറഞ്ഞു ഇന്നമാ നദഉഹു ബിസ്മിഹില്ലദീ സമ്മാഹു ബിഹി അഹ്ലുഹു. കുടുംബം വിട്ട പേരാണ് നമ്മൾ വിളിക്കുന്നതിന് എന്താ തകരാറ്? അങ്ങനെ പറയാറ് നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ടോ? യഹൂദി പറഞ്ഞു കുടുംബക്കാരെ വെച്ച പേരല്ലേ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ആ പേരല്ലേ നമ്മൾ വിളിക്കുന്നത്? അബ്ദുൽ മുത്തലിബ് അല്ലേ ആ പേര് വെച്ചത്, എല്ലാവർക്കും ആ പേര് പരസ്യപ്പെടുത്തിയത്? ആ പേര് തന്നെയാണ് വെക്കേണ്ടത് എന്ന് ആമിന ബീവി റളിയല്ലാഹു അൻഹാ മാസങ്ങൾക്ക് മുമ്പ് സന്ദേശം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആമിന ബീവിക്ക് ഇങ്ങനെ സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സന്ദേശം? ഒരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്, ആ കുട്ടി ജനിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് വെക്കണം. കുടുംബം വെച്ച പേരല്ലേ വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ തകരാറ്? സുബ്ഹാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു അതൊന്നും പറ്റൂല. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, എന്റെ പേര് കുടുംബം വെച്ച പേര് അങ്ങനെ തന്നെയാണ്. എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? യഹൂദി പറഞ്ഞു എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ചോദിക്കാനുള്ളതിന്റെ ഉത്തരം ഞാനങ്ങ് പറഞ്ഞു തന്നാ നിങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടാകോ? യഹൂദി പറഞ്ഞു ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കും. എന്റെ മൂക്കൊണ്ട് ആരാ കേൾക്കല്ലോ? എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്ന അർത്ഥം. എന്നാ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. ചോദിച്ചോളൂ. യഹൂദി പറഞ്ഞു ഐനയകൂനുൻ നാസ്, നാളെ മഹ്ശറിൽ ജനങ്ങൾ എവിടെയായിരിക്കും? ചോദ്യാണ്. ദുനിയാവത്തെ ആദ്യം ചോദ്യം ആഖിറത്തതാ. ഐനയകൂനുൻ നാസു, ജനങ്ങൾ നാളെ ആഖിറത്തിൽ എവിടെയായിരിക്കും? തങ്ങളങ്ങ് ഓതിക്കൊടുത്തു യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഈ ഭൂമി വേറൊരു ഭൂമിയായി മാറ്റപ്പെടുന്ന ദിവസം, ഈ ആകാശം വേറൊരു ആകാശമായി മാറ്റപ്പെടുന്ന ദിവസം. അന്നിവിടെ കുന്നുകളില്ല, ബിൽഡിങ്ങുകളില്ല, റോഡുകളില്ല, സ്റ്റേജുകളില്ല, ഒന്നുമില്ല. മറ്റൊരു ഭൂമിയായി പരിവർത്തനം നടത്തപ്പെടുന്ന ദിവസം എല്ലാവരും അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വരും. പക്ഷേ ഹും ഫിൽ ദുൽമത്തി ദൂനൽ ജിസ്രി, അധിക ജനങ്ങളും ഇരുട്ടിലായിരിക്കും. പാലത്തിന്റെ ഇപ്പുറത്തുള്ളവരൊക്കെ ഇരുട്ടിലാണ്. പാലം കടക്കാനും കടന്ന് അക്കരയെത്താനും യോഗമുള്ളവര് അവര് വെളിച്ചത്തിലാണ്, നൂറിലാണ്. ആ നൂറ് അല്ലാഹു നൽകുമാറാകട്ടെ. മുനാഫിഖീങ്ങൾക്ക് മുത്തുനബി തങ്ങളെ വിശ്വസിക്കാത്ത കപടന്മാർക്ക് പോലും നൂറ് കിട്ടൂല. സംശയിക്കേണ്ട, ഖുർആനല്ലേ പറയുന്നത്. മുഅ്മിനീങ്ങൾ അവർ നൂറായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മുനാഫിക്കുകൾ ബാക്കിൽ നിന്ന് പറയും യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരികും. മുനാഫിക്കുകളും മുനാഫിഖാത്തും ആണും പെണ്ണും രണ്ടുണ്ടല്ലോ കപട വിശ്വാസക്കാരില്. നബി തങ്ങളെ ശരിയായ നിലക്ക് വിശ്വാസമല്ല തന്നെ കാപട്യം. ആ കപട വിശ്വാസികൾ പറയും ഉൻദുറൂനാ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. നഖ്തബിസ് മിൻ നൂരികും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നൂറിൽ നിന്നൊരു ശകലം ഞങ്ങൾ ഇങ്ങ് സ്വീകരിക്കട്ടെ. ആ സമയത്ത് വിശ്വാസികൾ പറയും ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ, പിറകോട്ട് പോകൂ, എന്നിട്ട് നൂർ അന്വേഷിക്കൂ. ഫളുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ്. ഇതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മറ അവിടെ വീണുപോയി. പിന്നെ വിശ്വാസികളെ മുനാഫിക്കുകൾ കാണുന്നില്ല. വിശ്വാസികൾ അവരെ നൂറിലായങ്ങ് മുന്നോട്ട് നീങ്ങി. ആ പാലം കടക്കുന്നവരിൽ ഏറ്റവും ചെറിയ നൂറുള്ള ആള് കാലിന്റെ തള്ളവരിലെ നഖത്തിന്റെ വലുപ്പത്തിൽ മാത്രം നൂറുള്ള ആളാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലം ഈമാൻ അയാൾക്കുണ്ട്, പക്ഷേ അമലിന്റെ ബഹുമാനം അത്രയേ ഉള്ളൂ. ചിലപ്പോൾ അയാൾ മുന്നോട്ട് പോകുമ്പോ ആ കാലിന്റെ തള്ളവരിലുള്ള നഖത്തിന്റെ വലുപ്പത്തിലുള്ള നൂറങ്ങ് കെട്ടുപോകും. അപ്പൊ അയാൾ ഇങ്ങനെ നിൽക്കും. പിന്നെ അത് കത്തുമ്പോ പിന്നെയും മുന്നോട്ട് നീങ്ങും. അക്കരെ എത്തിയാൽ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ കുടുങ്ങിയത് തന്നെ. അപ്പൊ തങ്ങൾ പറഞ്ഞു, പാലത്തിന്റെ ഇപ്പുറത്തുള്ളവരൊക്കെ ഇരുട്ടിലാണ്. ചോദിച്ചു, ഫമൻ അവ്വലുൻ നാസി ഇജാസതൻ, ആദ്യം പാലം കടക്കുന്നവരാരാണ്? അമ്പിയാക്കളൊക്കെ കടന്നുപോയിട്ട് ശേഷമുള്ള കടക്കലാ ചോദിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട പരമദരിദ്രരാണ്. ഹിജ്റ പോയവരൊക്കെ ഫുഖറ അല്ല, ഹിജ്റ പോയവരൊക്കെ ഫുഖറ അല്ല, പക്ഷേ ഹിജ്റ പോയവരിൽ ഫുഖറ വേറെ തന്നെയുണ്ട്. അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വകാനൂ മിയതൻ, അവർ 100 പേരാണ്. ആദ്യം ഹൗലിൽ നിന്ന് പാനപാത്രം കൊടുക്കുന്നതും അവർക്കാണ്. എല്ലാ നിലക്കും മുൻഗണന അവരാണ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നവരാണ്. അവരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അവരാണ് ആദ്യം പാലം കടക്കുന്നത്. പിന്നെ ചോദിക്കുന്നു, അവർ സ്വർഗത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്നത് സിയാദത്തു കബിദിന്നൂൻ, മത്സ്യത്തിന്റെ നല്ല ലിവറാണ്, സ്മൂത്തായ ഭക്ഷണം. ഇവിടുത്തെ മത്സ്യം കേട്ടോ സ്വർഗത്തിലെ. ഇവിടുത്തെ മത്സ്യം എന്ന് ആൾക്കാർ ഇങ്ങനെ അതാ സ്വർഗത്തിൽ കാര്യമായിട്ട് കൊടുക്കാൻ കണ്ടത്. ഇവിടുത്തെ അല്ല, സ്വർഗത്തിലെ. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഈ വാസനയൊന്നും ഉണ്ടാവില്ല, ലക്ഷ്മിക്കൊന്നും വേണ്ട, വൃത്തിയാക്കാൻ വേണ്ടി കുറെ ഒന്നും ഉണ്ടാവില്ല. ഒക്കെ നല്ല ശുദ്ധിയുള്ളതും നല്ല സ്മൂത്തായതും എല്ലാവർക്കും സന്തോഷമുള്ളതുമാണ്. അതാണ് ആദ്യം കൊടുക്കുന്ന ഭക്ഷണം. അത് കേട്ടപ്പോ ചോദിച്ചു, അതാദ്യം കൊടുക്കുന്ന ഭക്ഷണല്ലേ? പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏതാണ്? ഒരു ഭക്ഷണമായിട്ട് പിന്നെ കൊടുക്കുന്നത് ഏതാണ്? ആ സമയത്ത് പറഞ്ഞു, ആദ്യം കൊടുക്കുന്ന പ്രസന്റേഷന് ശേഷം യുൻഹറു ലഹും സൗറുൽ ജന്ന അല്ലദീ കാന യഅകുലു മിൻ അത്റാഫിഹാ, സ്വർഗ്ഗത്തിലെ വലിയൊരു കാളയെ കൊണ്ടുവരും. ആ കാളയെ അവർക്ക് വലികഴിക്കപ്പെടും. അങ്ങനെ ചിന്തിക്കാലേ, ചോരറ്റൂല, അതിന്റെ ലോകമല്ല സ്വർഗം, ലോകാണ്. ആ കാളന്റെ സ്വർഗത്തിലെ കാള ഇവിടുത്തെ കാളല്ല. ഇവിടുത്തെ കാളാകുമ്പോ അർക്കും ചെയ്യും, ഓടും ചെയ്യും, ചവിട്ടും ചെയ്യും, ഒരാൾ വഫാത്താവും ചെയ്യും. അതല്ല, ഇത് സ്വർഗത്തിലെ കാളയാണ്. സ്വർഗത്തിലെ കാളയെ കൊണ്ടുവന്ന് വലിയെറുത്തിട്ട് അല്ലാഹു തആല അതിന്റെ ഭക്ഷണം. അതൊക്കെ സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് കഴിഞ്ഞ്. അവിടെ അധ്വാനം കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ പെട്ടെന്ന് റെഡിയായി, മഷിയത്ത് പോലെ, ഉദ്ദേശം പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഭക്ഷണമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഫമാ ശറാബുഹും, സ്വർഗക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന പാനീയം എന്താണ്? തങ്ങൾ പറഞ്ഞു, മിൻ ഐനിൻ ഫീഹാ തുസമ്മാ സൽസബീലാ, സൽസബീൽ എന്ന് പേരുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അവിടെ സൽസബീൽ എന്ന തടാകമുണ്ട്. ആ തടാകത്തിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും. ഇത് പറഞ്ഞപ്പോ പറഞ്ഞു, സ്വദഖത, നമ്മൾ പറഞ്ഞു ശരിയാണ്. തങ്ങൾ ഈ ഉത്തരൊക്കെ പറഞ്ഞപ്പോ യഹൂദിയായ പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാണ്ടെന്ന് പറഞ്ഞു. ഇനിയൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന ആർക്കും അതിന്റെ ഉത്തരം പറയാൻ കിട്ടൂല നബിക്കല്ലാതെ. നിങ്ങൾ നബിയാണോ എന്ന് ആ ഉത്തരം കേട്ടാൽ എനിക്ക് മനസ്സിലാകും. തങ്ങൾ കൊണ്ട് ചോദിച്ചു, ഞാൻ ആ ഉത്തരം പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകോ? അപ്പോഴും പറഞ്ഞു, എന്റെ കാതുകൊണ്ട് ഞാൻ കേൾക്കും എന്ന് പറഞ്ഞാൽ സ്വീകാര്യതയുടെ കേൾവി കേൾക്കും. എന്നാ ചോദിക്കട്ടെ നബിയെ, കുട്ടിയെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്, സന്താനങ്ങളെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. സന്താനങ്ങൾ എന്താ? വാപ്പക്കും ഉമ്മക്കും ജനിച്ചിട്ട് വിവിധ കോലത്തില്, വിവിധ രൂപത്തിലല്ല. മുഖച്ചായ നോക്കിട്ട് തന്നെ ചിലർ പറയും, ഇത് വല്യാപ്പാന്റെ മുഖച്ചായാണ്, ഇത് വല്യമ്മാന്റെതാണ്. ഇതെന്താ നബി ഒരു മാറ്റം? കുട്ടികൾക്ക് വരുന്ന മാറ്റം എങ്ങനെയാണ്? ഇതെന്നാ ചോദിക്കുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകാത്ത ഇൽമുണ്ടോ? നമ്മൾ മനസ്സിലാക്കി, ഖുർആന്റെ തഫ്സീർ മാത്രം എല്ലാ വിവരവും ഉണ്ട്. ടെക്നോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, എല്ലാ വിവരവും ഉണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെടാത്തൊരു വിവരമില്ല. അതല്ലേ ഇപ്പൊ നമ്മൾ പാടിയത്, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, തങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമിന്റെ ഒരു ഭാഗമാണ്. വമിൻ ഉലൂമിക, തങ്ങളെ ഇൽമു മൊത്തമാണ് എന്നല്ല, തങ്ങൾക്ക് നൽകപ്പെട്ട ഇൽമിന്റെ ഒരു ഭാഗമാണ്. ഇൽമുൽ ലൗഹി വൽ ഖലം, അതിലപ്പുറമാണ് നബിയെ തങ്ങളെ ഇൽമ്. ലൗഹിലെ ഇൽമ് എന്താണ്? 4 കിതാബും 30 ഏടും 130 ഏടുമാണോ? അല്ല.
ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും അഡ്രസ് ഉള്ളത്, അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഉള്ളത്, അവരെ ഭാവിയും അവരെ ഭൂവും അവരെ വർത്തമാനവും ഉള്ളത് ലൗഹിലാണ്. നമ്മളുടെ ഭാവിയുള്ളത് ലൗഹിലാണ്, ഭൂതമുള്ളത് വർത്തമാനമുള്ളത് ലൗഹിലാണ്. പലതും നമുക്കറിയാത്തതുണ്ട്, പക്ഷെ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഇൽമുകളൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മാഉർ റജുലി അബിയദു വമാഉൽ മർഅതി അസ്ഫറു. അടുത്താണ് ശാസ്ത്രം അംഗീകരിച്ചത്. പുരുഷനിൽ നിന്ന് വരുന്ന ഇന്ദ്രിയം അബിയദു, അത് വെളുത്തതാണ്. സ്ത്രീയിൽ നിന്ന് വരുന്നത് അസ്ഫറു, മഞ്ഞ നിറമാണ്. രണ്ട് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ച് ലാബ് കൊണ്ടേറ്റല്ലത് വിവരം, ഇത് കറക്റ്റാണ്. എന്നിട്ട് പറഞ്ഞു, രണ്ടും ഒരുമിച്ച് കൂടുമ്പോ പുരുഷന്റെയും സ്ത്രീയുടെയും ബീജങ്ങൾ തമ്മിൽ സംഘടിക്കുമ്പോൾ പുരുഷന്റെ മനി സ്ത്രീയുടെ മനിയേക്കാൾ മുൻപന്തിയിലെത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ആൺകുഞ്ഞ് ജനിക്കുന്നു. സ്ത്രീയുടെ മനിയെ പുരുഷന്റെ മനിയെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പെൺകുഞ്ഞ് ജനിക്കുന്നു. ഇതും കേട്ടിട്ട് അപ്പോഴും യഹൂദി പറഞ്ഞു സ്വതഖ്ത. യഹൂദി പറഞ്ഞു സ്വതഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ നബിയാണ്, യാതൊരു തർക്കവുമില്ല. അങ്ങനെയും പ്രഖ്യാപിച്ച് തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൗബാനേ ലഖദ് സഅലനി അനില്ലദീ സഅലനി അൻഹു. ഈ ജൂത പണ്ഡിതൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടില്ലേ? ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുമ്പോ വമാലി ഇൽമും ബിശൈഇൻ മിൻഹു ഹത്താ അതാനില്ലാഹു ബിഹി. നേരത്തെ ഞാൻ ശേഖരിച്ചു വെച്ച ഇൽമിൽ നിന്ന് പറഞ്ഞതല്ല, ഓരോ സ്പോട്ടിലും അല്ലാഹു നൽകിയ ഇൽമാണ്. ചോദിക്കുമ്പോഴേക്കല്ല എനിക്ക് ഉത്തരം തന്നു. ആ ഉത്തരം ഞാനങ്ങ് പറഞ്ഞു കൊടുത്തു. തങ്ങൾക്കറിയാത്ത വിഷയങ്ങളൊക്കെ അല്ല തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് നബിയേ. ആ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി സ്നേഹിക്കാനും ബഹുമാനിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. മദ്ഹ് ഒരു നിലക്കും കുറഞ്ഞു പോകരുത്. അവസാനം ബറക്കത്തിന് വേണ്ടി മദ്ഹിന്റെ ഒരു ബഹുമാനം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. വരുന്ന റബീഉൽ അവ്വൽ മാസത്തിലെ രാവും പകലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് ധാരാളം പഠിക്കാനും അത് ജീവിതത്തിൽ സൂക്ഷിക്കാനും മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കാനും അതുവഴി അല്ലാഹുവിന്റെ ദീനിന് വലിയ റിഫഅത്തുണ്ടാക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ധാരാളം ചൊല്ലി 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 നമ്മുടെ ഖൽബും നമ്മുടെ എല്ലാ അവയവങ്ങളും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ മദ്ഹ് ചെയ്ത മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ്. ഒരൊറ്റ മൗലിദിന്റെ സദസ്സും ലാഘവത്തോടെ കാണരുത്. ഒരൊറ്റ മദ്ഹിന്റെ സദസ്സും ചെറുതായി കാണരുത്. ആ മദ്ഹിന്റെ സദസ്സുകളൊക്കെ നമ്മുടെ സുഗമമായ ആഖിറത്തിലേക്കുള്ള സന്തോഷത്തിന്റെ വഴികൾ നിർണയിക്കുന്നതാണ്. മദ്ഹിനി എത്രമാത്രം വലിയ സന്തോഷമാണെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരാൾ വന്ന് ചോദിച്ചു, അല്ല ആയിഷ ബീവി, ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ബഹുമാനിക്കുന്നത്? വീട്ടിലേക്ക് എപ്പോൾ ഹസ്സാൻ തങ്ങൾ വന്നാലും ആയിഷ റളിയല്ലാഹു അൻഹ നല്ല ഒരു വിരി വിരിച്ചു കൊടുത്തിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. വലിയ ബഹുമാനമാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ബഹുമാനിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ പറ്റി പറഞ്ഞ അപവാദ പ്രചരണത്തിൽ കുടുങ്ങിയ ആളല്ലേ ഹസ്സാൻ
റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ സ്വഹാബിന്റെ മഹത്വം കുറയൂല. ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മദ്ഹ് ചൊല്ലിയിട്ട് വലിയ സമ്മാനം വാങ്ങിയ ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആയിഷ ബീവിയോട് പറയുന്നു, നിങ്ങളെ പറ്റി പറഞ്ഞ അപവാദത്തിൽ കുടുങ്ങിയ ആളായിട്ട് പോലും നിങ്ങൾ ഇത്രയും വലിയ ബഹുമാനവും സ്നേഹവും കൊടുക്കാനുള്ള കാരണം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് രക്ഷപ്പെടാൻ, ആഖിറത്തിൽ സന്തോഷിക്കാൻ, മുത്തുനബി തങ്ങളെ കൂടെ തന്നെ നടക്കാൻ ഒരൊറ്റ വരി മതി, കൂടുതലൊന്നും വേണ്ട. ധാരാളം മദ്ഹ് ചൊല്ലിയിട്ടുണ്ട്, തങ്ങളെ വർണ്ണിച്ചൊരുപാട് വർണ്ണനകളുണ്ട്. പോരാ, അവിടുത്തെ ആശയങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശത്രുക്കൾ ഇങ്ങോട്ട് വാക്ഷരം ഉപയോഗിക്കുമ്പോ അതേ വാക്ഷരം ബഹുമാനമായി തിരിച്ചങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ വരി മദ്ഹ് മതി ഹസ്സാൻ തങ്ങൾക്ക് ആഖിറത്തിൽ വിജയിക്കാൻ. ഏതാണ് ആ വരി? ഫഇന്ന അബീ വവാലിദതീ വഇർളീ ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്ക് നൽകിയ മറുപടിയാണ്, ഹജൗത മുഹമ്മദൻ ബർറൻ തഖിയാ റസൂലുള്ളാഹി ശിമതുൽ വഫാഉ. ഹജൗത മുഹമ്മദൻ ഫഅജബ്തു അൻഹു വഇൻദല്ലാഹി ഫീ ദാകൽ ജസാഉ. ഫഇന്ന അബീ വവാലിദതീ വഇർളീ ലിഇർളി മുഹമ്മദിൻ മിൻകും വിഖാഉ. എന്റെ ബാപ്പയും എന്റെ ഉമ്മയും എന്റെ അഭിമാനവും എന്റെ ശരീരവും എന്റെ സന്തോഷവും നബിയെ എനിക്ക് പ്രൗഢി നടിക്കാനല്ല, എനിക്ക് അഹങ്കരിക്കാനല്ല, എനിക്ക് സന്തോഷം പറയാനല്ല. അത് മുത്തുനബിതങ്ങളെ മുത്തുനബിതങ്ങളെ ആത്മാഭിമാനത്തെ കാക്കാനാണ്. ഞാൻ ജീവിക്കുന്നത് മുത്തുനബിതങ്ങളെ അഭിമാനം കാക്കാനാണ്. എന്റെ ബാപ്പ ജീവിക്കുന്നതും അതിനാണ്, എന്റെ ഉമ്മ ജീവിക്കുന്നതും അതിനാണ്. എനിക്ക് വേണ്ടിയല്ല എന്റെ ജീവിതം, എന്റെ ബാപ്പാന്റെ ജീവിതവും എനിക്ക് വേണ്ടിയല്ല, എന്റെ ഉമ്മാന്റെ ജീവിതവും എനിക്ക് വേണ്ടിയല്ല. തങ്ങളുടെ യശസ് ഉയർത്തിപ്പിടിക്കാനാണ്. ആ ഒരൊറ്റ വരിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പരിഗണിച്ചത്. എങ്കിൽ സഹോദരങ്ങളെ, മദ്ഹ് ചൊല്ലാൻ മറക്കരുത്. വീടുകളിൽ മൗലിദ് സ്ഥാപിക്കാൻ ഒരു നിലക്കും മറന്നു പോകരുത്. റബീഉൽ അവ്വൽ 12-നും കഴിയുന്നവരൊക്കെ 30-നും ഓരോ ഹിക്കായത്തുകളെങ്കിലും നമ്മുടെ വീട്ടിൽ ബറക്കത്തിന് വേണ്ടി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.